പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോട് നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഞാൻ മുഖവരിയായി മറ്റൊന്നും പറയാതെ കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയം വേർതിരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. With prayer and preparation, let us be in the presence of the Lord. Without any further introduction, we invite the servant of God. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. കർത്താവിന്റെ ദാസൻ തുടർന്ന് നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുന്നതായിരിക്കും. Servant of the Lord will minister. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Let's raise our hands and praise the Lord. Hallelujah. നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ. Amen. Joyfully. Hallelujah. ബഹുമാന്യനായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, കുടുംബം, അതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ ട്രാൻസ്ലേഷനിലൂടെ സഹായിക്കുന്ന ഡോക്ടർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. To the distinguished servant of the Lord, to all the dear ones who are gathered here, we extend our greetings to you in the name of our Lord Savior. ഇന്ന് രാവിലെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. Those of us experience the presence of the Lord, let's praise the കഴിഞ്ഞ Lord. പകൽ രാത്രി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം We ചെയ്യാം. praise the Lord, for the Lord has blessed us last night. ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം The Lord is ചെയ്യാം. going to bless us again this morning. കഴിഞ്ഞ രാത്രിയിൽ നമ്മെ സൂക്ഷിച്ചതിനായി സ്തോത്രം The Lord ചെയ്യാം. protected us the last night. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. Every single moment on this earth is a gift of God. അത് എല്ലാറ്റിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. We must be grateful for everything. ഈ സഭയെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. God is going to increase His church. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ദൈവനോട് പറഞ്ഞു, ഞാൻ വർദ്ധനവിന്റെ ദൈവമാണ്. The Lord told me that God is a God of increase. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും. The Lord will increase you. That's what the Lord told me when I prayed. കൃപ വർദ്ധിപ്പിക്കും. The Lord will grant you more grace. ആരാധനയിൽ വർദ്ധനവുണ്ടാകും. You will increase in your worship. സ്നേഹത്തിൽ വർദ്ധനവുണ്ടാകും. In your love you will increase more. ആമേൻ. കൃപാവരങ്ങളിൽ വർദ്ധനവുണ്ടാകും. In your gifts you will increase more. ഒരു രഹബോത്ത് ദൈവം തരാൻ The പോകുകയാണ്. Lord is going to give you a Rehoboth. ദൈവം എന്നെ ഇടമുണ്ടാക്കി എന്നെ വർദ്ധിപ്പിച്ചു. The Lord made a place for me and increased me. ഈ ഉപവാസ പ്രാർത്ഥന ഒരു വർദ്ധനവിലേക്ക് നയിക്കാൻ പോകുകയാണ്. This fasting prayer is going to lead to an increase. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മെ ഉയർത്തുന്ന ശക്തിയാണ്. The power that is working in us is a power that elevates us. വിശ്വസിക്കുന്നവർ കൊണ്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണത്. This is the power that works in those who believe. അതുകൊണ്ട് വിശ്വാസത്താൽ ഇന്ന് പകൽ നമ്മളൊക്കെ റിസീവ് ചെയ്യണം. Hence we are going to receive by faith. ആമേൻ. ഞാൻ ഇവിടെ നിന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നിയ പാട്ടിന്റെ ഒരു വരി കർത്താവിന്റെ ദാസൻ ഇവിടെ അത് പാടി. Praise the Lord. When we were sitting here, the servant of the Lord sang a song which really makes me joyful. പാട്ടുകളൊക്കെ എഴുതിയ ദൈവദാസന്മാര് വെറുതെ എഴുതി വെച്ചതല്ല, പാപത്താൽ നിറയപ്പെട്ട എന്നെ. Those who have written those songs, they have not written it just like that. I was one of those people who was filled with sin. പാണിയാൽ പിടിച്ചെടുത്തു. You carried me with your own hands. പാവന നിണം തന്നു. You gave me your holy blood. പാപത്തിൻ കറ പോക്കി. You have removed the stain of sin from me. രക്ഷിച്ചതാൽ. You have saved me. ആ പാട്ടിന്റെ വരികൾ എന്നെ സ്പർശിക്കാനിടയായി. Oh, those words of that song touch me. പാപത്താൽ നിറയപ്പെട്ട നിങ്ങളെയും എന്നെയും We were filled with sin once upon a time. തന്റെ പാണിയാൽ അവൻ നമ്മെ പിടിച്ചെടുത്തു. He carried us in His own hands. വിട്ടുകൊടുക്കാതെ പിടിച്ചെടുത്തു. He did not lose grip of us. He held us tight. ലോകം കാണുന്ന ഏറ്റവും വലിയ സ്നേഹം കാൽവറിയാണ്. The greatest love that mankind has ever seen is the love on Calvary. കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ആ വലിയ ദൗത്യം നടന്നത്. It was because the Lord loved us. He fulfilled that great duty on the cross. അതുകൊണ്ട് ഞാൻ മൗനമായിട്ടിരിക്കുകയില്ല. Hence I will not remain silent. ഞാൻ ദൈവത്തെ ആരാധിക്കും. I will worship the Lord. വാഗ്ദത്തം പോലെ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. According to the promise, the Lord Jesus is in our midst today. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ആരാധന തൽപരരായി ദൈവത്തെ ആരാധിക്കണം. Hence every moment we must be in a worshipful attitude and worship God. ഞാൻ ദൈവസ്ഥനിൽ ഒരു തീരുമാനമെടുത്തു. സ്ട്രോക്ക് വന്നപ്പോൾ ഞാൻ ദൈവസ്ഥനിൽ തീരുമാനമെടുത്തു, കർത്താവേ എനിക്ക് ബലമുള്ളപ്പോഴെല്ലാം ഞാൻ നിന്നെ ആരാധിക്കും. When I was suffering with a stroke, I took a decision. Lord, whenever I have the strength, I will worship the Lord. എൻ്റെ കൈ ബലഹീനപ്പെട്ട നിമിഷങ്ങളിൽ ഞാനിങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒരു കൈയെ തല്ലുമായിരുന്നു. So when my hand was weak, when my arm was weak, I used to beat with one hand, the other hand. അപ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യമുണ്ട്, ദൈവമേ ബലമുള്ളപ്പോൾ സ്തുതിച്ചാൽ ബലമില്ലാത്തപ്പോഴും ദൈവം താങ്ങും. Those moments, something came into my mind. Lord, if
I am able to worship you when I have strength. Even when I'm weak, you will support me. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. In advance, we worship the Lord. കാരണം ഇന്ന് നമുക്ക് ബലം ദൈവം തന്നിട്ടുണ്ട്. Today, the Lord has given us strength. നാളുകളിൽ ഈ ബലം നഷ്ടപ്പെടാം. Tomorrow, we might lose it. നാളുകളിൽ നമുക്ക് ഈ ആരോഗ്യമൊക്കെ കുറഞ്ഞു പോകാം. This health may decrease in the future days. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. Hence, we must worship the Lord. നീ ക്ഷീണിതനാകുമ്പോൾ അവൻ നിന്നെ താങ്ങും. Praise the Lord. Hallelujah. Even when you are faint, He will carry you. അതുകൊണ്ട് ബലമില്ലാത്തവൻ ബലം വർദ്ധിപ്പിക്കും. Here, the one who do not have power, He will increase your strength. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. Those who wait upon the Lord will renew their strength. കാത്തിരിക്കുന്നവർ കഴുകനെ പോലെയാണെന്നാ. We are going to fly high like the eagle. കാക്കയെ പോലല്ല. We are not going to fly like the crow. ബൈബിൾ പറയുന്നു നീ കഴുകനെ പോലെയാണ്. We are going to be like the eagle. ഈ ഉപവാസ പ്രാർത്ഥന ഒരു കഴുകന്റെ അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. In this fasting prayer, you are going to be transformed like an eagle. കാക്ക എന്ന് പറയുന്നത് ഒരു ലെവൽ വിട്ട് പറക്കുകയല്ല. Crow will not fly over a certain height. നമ്മുടെ കേരളത്തിലെ കാക്കയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm talking about the crow in Kerala. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാക്ക ഇങ്ങനെ വന്ന് ഒരു പ്ലാവിന്റെ ചവിട്ടി വന്ന് വാഴയുടെ ചവിട്ടി വന്ന് വീടിന് പുറകേക്ക് ഇറങ്ങി പുള്ളി ഒന്ന് കറങ്ങി വെട്ടി ഒഴിഞ്ഞ് പറക്കുക. I have seen this crow. It will just come near the banana tree. It will go near the jackfruit tree, and it will somehow escape and fly like that. ഞാൻ കുറച്ചു നേരം പുള്ളിയെ നോക്കി. പുള്ളിക്കാരൻ ഒരു ലെവൽ വിട്ട് കയറുക. I've noticed him. He will not fly above certain level. നമ്മുടെ വിശ്വാസികൾ ചിലർ അങ്ങനെയാ. Some believers are like that. അവരിങ്ങനെ ലെവലിൽ നിൽക്കുകയാണ്, മുമ്പോട്ട് കയറുകയല്ല. They will not go forward much. They will stay at certain level alone. വെട്ടി ഒഴിയുകയാണ്. And they try to escape. ഭായും പോയും പറഞ്ഞ് ഇങ്ങനെ പ്ലാവിന്റെ ചവിട്ടി കൂടെ നടക്കുക. They will just utter some words and walk around the trees. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ കഴുകനായിട്ട് മാറും. But at the end of the fasting prayer, we have to become like the eagle. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. Those who wait upon the Lord shall renew their strength. അവർ കാക്കയെ പോലെയല്ല, അവർ കഴുകനെ പോലെയാണ്. They are not going to be like the crows. They are going to mount up like the കഴുകനെ പോലെ eagles. ലെവൽ മാറി ഉയർന്ന് പറക്കാൻ They പോവുകയാണ്. are going to fly high, much above their levels. ഉപവാസ പ്രാർത്ഥന ലെവൽ മാറ്റും. This fasting prayer will change our levels. ഈ കഴുകൻ ഉയർന്ന് പറക്കുന്ന കണ്ടിട്ടുണ്ടോ? Have you seen an eagle flying very high? കഴുകൻ പറക്കുകയാണ്, കഴുകനെ പറപ്പിക്കുകയല്ല. The eagle is flying, he is not being flown. ഫ്ലൈറ്റിനെ നമ്മൾ പറപ്പിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. We know that for a flight we have to make it fly. ഫ്ലൈറ്റിനെ പറപ്പിക്കുമ്പോൾ കഴുകനെ പറപ്പിക്കുകയല്ല, പറക്കുക. So we are not making the eagle fly, rather he flies on his own. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് പറപ്പിക്കലല്ല. This fasting prayer is not to make us fly. ഉപവാസം അവിടുന്ന് ഇവിടുന്ന് അങ്ങ് പോകും. Babu Pastor will come and go away. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ പാസ് പോയല്ലോ എന്ന് പറഞ്ഞ് എന്തിനിത് എന്ന് പറഞ്ഞാൽ ഇത് പറപ്പിക്കലല്ല, ഇത് പറക്കുക. After a while you should not think now pastor is gone, saying that you should not shrivel. This is not something to make you fly, but you fly on your own. ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം വ്യാപരിക്കുക. Even if no one is there, the presence of the Holy Spirit should be there. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കണം. Hence those who wait upon the Lord must renew our strength. ഇപ്പോഴുള്ള ഈ ബലം പോരെന്ന് പറഞ്ഞേ. We have to say that Lord, this strength is not ഈ sufficient. ശക്തി പോരെന്ന് പറഞ്ഞേ. Lord, this strength is not sufficient for us. നിനക്ക് വേണ്ടി ശക്തിയുടെ പവറിന്റെ ഒരു പവർ ഹൗസ് തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. Oh, there is a whole powerhouse working for us. ഇന്ന് ആരാധനയുടെ ലെവൽ മാറണം. ഹല്ലേലൂയ. We must rise above in our level of worship. ആത്മശക്തിയോടെ നീ ദൈവത്തെ ആരാധിക്കണം. We have to worship the Lord with the power of the Spirit. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who wait upon the Lord will renew their അവർ strength. കഴുകന്മാരെ പോലെ ചിറകടിച്ച് They ഉയരും. will mount up with their wings like the eagles. അപ്പൊ നമ്മള് ചിറകടിച്ച് ഉയരുന്നവരായിരിക്കണം. Hence we must flap our wings and we must fly high. കഴുകന് ഉയരത്തിൽ പറക്കുമ്പോൾ When the eagle flies high, കാക്ക ലെവലിൽ അത് ലെവൽ വിട്ട് ഉയരുന്നില്ല. when crow doesn't rise above certain level. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ ആരാണെന്ന് ബൈബിൾ പറയുകയാണ്. The Bible is teaching us who is the one who prays. അവൻ ഇവിടുത്തെ ലെവൽ വിട്ട് മാറുന്നവരാണ്. He is the one who leaves the level of the ground. ഇന്ന് ഈ ഉപവാസത്തിൽ അത് സംഭവിക്കണം. In this fasting it must happen today. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. Without being weak in faith, we must pray.
ഒരു ആത്മീയന്റെ ലക്ഷണമാണ് പ്രാർത്ഥനയും ആരാധനയും. This is a sign of a spiritual man, is of prayer and worship. നിന്റെ അകത്ത് ശക്തി വ്യാപരിക്കുന്നെങ്കിൽ മൺകൂടാരത്തിനകത്ത് ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം മൺകൂടം ഉടയണം. If inside this earthen vessel, if this increasing power is working, then this earthen vessel should break. മൺകൂടം ഉടയുമ്പോൾ തീ കത്തും. When this earthen vessel break, there will be a fire. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ചില വ്യക്തി ജീവിതങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ തീവ്രമായ ശക്തി വ്യാപരിക്കും. I know in this fasting prayer, in certain people, the mighty power of the Holy Spirit will manifest. അതിനായിട്ട് ഈ പ്രാർത്ഥന തീരാൻ പോകുകയാണ്. And hence we are going to raise in this prayer. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അളവില്ലാതെ അവൻ പകരാൻ പോകുകയാണ്. He is going to pour out the Holy Spirit without measure. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ We are പോകുകയാണ്. going to worship in the tongues. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാൻ We are going പോകുകയാണ്. to praise the Lord in tongues. അന്യഭാഷയിൽ പാടാൻ പോകുകയാണ്. We are going to sing in the tongues. നീ അന്യഭാഷയിൽ പാടുമ്പോൾ പിശാചിന് പിടികിട്ടുകയില്ല. Oh, when you sing in the tongues, the devil will not understand that. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പിശാചിന് When പിടികിട്ടുകയില്ല. you pray in the tongues, the devil will not understand that. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ പിശാചിന് പിടികിട്ടും. When you speak in English, the devil understands it. അവൻ നിന്റെ വായ മുട്ടിക്കെട്ടും. He will sometimes bind your answer. പിശാചിനെ പിടികിട്ടാത്ത പഠിക്കാൻ പറ്റാത്തൊരു ഭാഷയാണ് അന്യഭാഷ. That the language which the devil do not understand is the tongues. എത്ര ശ്രമിച്ചാലും അവന് പിടികിട്ടത്തില്ല. Howsoever he try that, he will not be able to understand. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ അന്യഭാഷയിലും പാടും. And that's why Saint Paul says, I will അന്യഭാഷയിൽ sing in the പ്രാർത്ഥിക്കും. tongues. ആത്മാവിൽ I will പ്രാർത്ഥിക്കും. pray in the tongues. ഏതു നേരത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. Every moment we must pray in our spirit. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയെ ദൈവം അറിയുന്നില്ല. I told yesterday that the one who do not pray, God does not know him. അവിടെ ഇന്ന് പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് ദൈവമക്കൾ വരണം. Hence we must come into the attitude of prayer. ആമേൻ. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുകയാണ്. This morning I'm going to speak again from the word of God. കർത്താവ് എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതിലേക്ക് പ്രവേശിക്കാൻ I'm പോകുകയാണ്. going into the word that the Lord has given me this morning. ഇന്നത്തെ വചന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ തന്ന വചനം എബ്രായർ 12 ആമേൻ 2ാമത്തെ വാക്യമാണ്. Hebrews chapter 12 verse 2 is what the Holy Spirit gave me this morning. ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. We're going to turn our attention to that word. എബ്രായർ 12 അധ്യായം 2ാം വചനമാണ്. Hebrews chapter 12 verse 2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായർ 12:2 പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെടാൻ പോകുകയാണ്. The Holy Spirit is going to engage with us through Hebrews chapter 12 verse 2. ഈ വാക്യം എല്ലാവരും ഒരുമിച്ചൊന്ന് വായിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുക. I am requesting all of you to read this verse together. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ വായിക്കാം. You can read in your own language. നമുക്ക് ഒന്നിച്ച് വായിക്കാം. Let's read it together. സ്റ്റാർട്ട് ചെയ്യാം. വിശ്വാസത്തിന്റെ നായകൻ. Looking to Jesus, the founder and perfecter of our faith, who for the joy that was set before him endured the cross, despising the shame, and is seated at the right hand of the throne of God. ഹല്ലേലൂയ. ആ വചനത്തിൽ ഒന്ന് കൈവച്ച് സ്തോത്രം ചെയ്താട്ടെ. വചനത്തിനായി സ്തോത്രം Hold സ്തോത്രം our hand സ്തോത്രം there സ്തോത്രം. and praise the Lord. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. We keep our ഹോളി hand there സ്പിരിറ്റ് and ഹോളി praise the സ്പിരിറ്റ് Lord. ദൈവവചനത്തിനായി The Holy സ്തോത്രം Spirit is സ്തോത്രം dealing with us, സ്തോത്രം speaking സ്തോത്രം to us. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയ്ക്കായി കർത്താവ് നൽകി തന്ന ഈ വചനത്തിനായി തിരുമേനിക്ക് സ്തോത്രം സ്തോത്രം Lord, we സ്തോത്രം. praise the Lord for this ministry and the word that you have given us. ഇതിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. Lord, the Holy Spirit is speaking to us this morning. We praise the Lord. ഇവിടെ അത് വെളിപ്പെടുന്ന എല്ലാ വിടുതലുകൾക്കായി We സ്തോത്രം. thank you for all the deliverance that is revealed there. ആമേൻ. സാത്താൻ ലജ്ജിക്കുന്നതിനായി സ്തോത്രം. The devil is going to be ashamed. We praise the വചനത്തിന്റെ വാതിൽ Lord. തുറക്കുന്നതിനായി സ്തോത്രം. The Lord is opening new doors for us. നിന്റെ ആത്മാവ് ജനത്തോട് സംസാരിക്കുന്നതിനായി Thy സ്തോത്രം. Spirit is speaking to your people. രോഗസൗഖ്യത്തിനായി സ്തോത്രം. Thank you for the healing. ആമേൻ. എല്ലാ വിടുതലുകൾക്കായി നന്ദി. Thank you for every deliverance that we have today. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Raise our hands and say hallelujah. ഈ വാക്യത്തിനകത്ത് ഒരു ലീഡറെ കാണാം. We can see a leader in this verse. ആ ലീഡറുടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. The leader is Jesus Christ. ഒന്ന് ഒരു ലീഡറെ കാണാം. We can see a leader. രണ്ട് ഒരു വിശുദ്ധനെ കാണാം. And we can see a holy one.
വിശ്വാസത്തിന്റെ നായകനാണ് യേശു. He is the leader of the perfecter of our faith. ഈ നായകനെ ഫോളോ ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള ഒരു വിശുദ്ധനെയാണ് ഈ വാക്യം നമുക്ക് സമ്മാനിക്കുന്നത്. And this verse is showing us a holy one who indeed follows this leader. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ ക്രൂശിനെ കാണാം. If I say again, we can see the cross here. ഒരു വിശ്വാസിയെ കാണാം. We can see a believer here. ക്രൂശിനെ ഫോളോ ചെയ്യുകയാണ് വിശുദ്ധൻ. A holy one follows the cross. അങ്ങനെ കർത്താവിനെ ഗമിക്കുന്ന ഒരുവനെ അവിടെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണുകളും ഈ ക്രൂശിൽ നിന്നും മാറുന്നില്ല. When a saint follows the Lord, his eyes will not set apart from the cross. അവന്റെ കണ്ണുകൾ യേശുവിനെ നോക്കുക. His eyes will be focused to Jesus. കണ്ണിന്റെ ശരിക്കും യേശുവിനെ നോക്കിയ ഒരാൾക്ക് കണ്ണിന്റെ ഇമ വെട്ടാൻ പോലും ഇടയാകുകയില്ല. The one who has truly looked at Jesus, he cannot even blink his eyes. കാരണം ആ നോട്ടത്തിനകത്ത് അത്രയും ശ്രദ്ധയുണ്ടാകണം. Because there should be such a careful attention when we have to look at Jesus. അശ്രദ്ധമായ നോട്ടങ്ങളും അലക്ഷ്യമായിട്ടുള്ള നടപ്പുകളും നിന്നെ അത് ബാധിക്കും. A careless look, a careless walk could affect us. നിന്റെ ക്രിസ്തീയ ജീവിതത്തെ തകർത്ത് കളയും. It might destroy a Christian life. എന്നാൽ നീ ശരിയായി യേശുവിനെ നോക്കിയാൽ ശരിയായി ജീവിതത്തിൽ നടക്കാൻ പറ്റും. If you look at Jesus correctly, you will be able to walk in your own life correctly. നിന്റെ കണ്ണും കാലും ഒരു ബന്ധമുണ്ട്. Oh, there is a connection between your eye and your leg. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണ് എവിടെയാണോ അവിടെ കാല് വരിക. Wherever our eyes look, there the feet will walk into. നിങ്ങളുടെ കണ്ണ് എവിടെയാണോ അവിടെ കാല് വെക്കും. Where your eyes look, there you will step on your feet. അല്ല നോട്ടം വേറെടുത്തും കാല് വേറെടുത്തു വന്നു. Oh, you will not look eyes one side and your legs another place. അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. We pray for such people. പിടി കിട്ടാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. Those who do not understand. We ഒരാമീൻ പറഞ്ഞാട്ടെ. Hallelujah. നമ്മുടെ കാല് കണ്ണിനെ ഫോളോ ചെയ്യണം. Our steps will follow our eyes. യോബ് പറഞ്ഞു എന്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്യുന്നു. Job said, I've made a covenant with my eyes. ഒരു വിശുദ്ധന്റെ കണ്ണുകൾക്ക് വിശുദ്ധിയുണ്ട്. A saint's eyes are sanctified eyes. കണ്ണ് വിശുദ്ധിയുള്ളതാണെങ്കിൽ നോട്ടം വിശുദ്ധിയുള്ളതായിരിക്കും. If the eyes are sanctified, his vision is sanctified. നോട്ടം ശരിയായാൽ നടപ്പ് ക്ലിയർ ആയിരിക്കും. If his vision is correct, his walk will be correct. ഇന്ന് ഒത്തിരി പേരുടെയും ജീവിതത്തിൽ കണ്ണിന് വിശുദ്ധിയില്ല. Oh, for many people in their lives, their eyes have no sanctification. എന്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തു. I have made a covenant with my eyes. എന്റെ കണ്ണുമായി ഞാൻ നിയമം ചെയ്തുവെന്ന് യോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യക്തിപരമായ വിശുദ്ധിയാണ്. When he says I made a covenant with my eyes, it's a very personal holiness. യോബ് എന്ന ഭക്തന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി വിശുദ്ധി സൂക്ഷിച്ചിരുന്നു. He kept his holiness very personally in his life. ഇന്ന് ഒത്തിരി പേരുടെ ജീവിതത്തിൽ രഹസ്യ വിശുദ്ധി ഇല്ല. In many people's life, in their secret life, there is no holiness nowadays. രഹസ്യ വിശ്വസ്തതയുമില്ല. There is no faithfulness in their secret life. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. രഹസ്യ വിശുദ്ധി നഷ്ടപ്പെട്ടവരും രഹസ്യ വിശ്വസ്ത നഷ്ടപ്പെട്ടവരും കാഹളധ്വനിയിൽ പോവുകയില്ല. When holiness and faithfulness is lost in the secret life, we will not be taken up when the trumpet blows. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നടക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നീ രഹസ്യമായി വിശുദ്ധി ആർജിക്കണം. Hence, what should happen in this fasting prayer is that inside your secret life there must be a sanctification. ആരും ഇല്ലാത്തപ്പോൾ നീ വിശുദ്ധനായി ജീവിക്കണം. When nobody is there, you must be holy. പാപം ചെയ്യാൻ അവസരം വരുമ്പോഴും വിശുദ്ധി ആർജിക്കണം. When there is an opportunity for sin, you must be holy. ഇന്ന് ഒത്തിരി പേര് ഈ വിശുദ്ധരായി ജീവിക്കുന്നതിന്റെ കാരണം പാപം ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. Many people are living holy lives today because they don't have an opportunity to sin. അവസരം കിട്ടിയ പുള്ളി വീണു പോകും. But if you get a chance, then you will not leave it. That kind of many people live. പക്ഷേ യോസേഫിന് അവസരം കിട്ടി. Joseph had an opportunity. അപ്പോഴും വിശുദ്ധി സൂക്ഷിച്ചു. Even then he kept his holiness. ചാൻസ് വരുമ്പോൾ നീ വിശുദ്ധി സൂക്ഷിക്കണം. Even when you get the chance, you keep your holiness. അങ്ങനെ വിശുദ്ധരായി ജീവിപ്പാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. That is why the Lord has called you to be holy. അതാ പറഞ്ഞു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. The word of God says, I am holy, hence you be holy. വിശുദ്ധിക്ക് ലിമിറ്റേഷൻ ഇല്ല. There is no limitation for holiness. പാട്ട് പാടുമ്പോൾ ലിമിറ്റ് ഉണ്ട്. When I was singing, there is a limitation. പ്രസംഗത്തിന് ലിമിറ്റ് ഉണ്ട്. There is a limitation for the sermons. റോയ് പാസ്റ്റർ 2 മണിയാകുമ്പോൾ എന്നെ പിടിച്ചിരുത്തും. When it is 2 o'clock, Roy Pastor will hold me back. കാരണം ലിമിറ്റേഷൻ ഉണ്ട്. Because there is a limit to it. പക്ഷെ വിശുദ്ധിക്ക് ലിമിറ്റ് ഇല്ല.
But if there is no limit to holiness, ആരും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. no one can control that. വിശുദ്ധി ആർജിക്കണം. We ought to observe holiness. ഇന്നത്തെ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അവരെ ഓടി മറയുകയാണ്. Now the biggest defeat for the church is that they are running away from a holy life. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ആരാധന നഷ്ടപ്പെടും. If we lose holiness, we will lose worship. ആരാധന നഷ്ടപ്പെട്ടാൽ നിത്യത നഷ്ടപ്പെടും. If we lose worship, we will lose eternity. അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ഉപദേശം വളരെ വ്യക്തമായി ഞാൻ വിളിച്ചു പറയാം. ഞാൻ ജനിച്ചു വളർന്നത് ഈ പെന്തക്കോസ്തിനകത്താ. അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ഉപദേശത്തിനകത്ത് വിശുദ്ധി എന്ന് പറയുന്നത് വളരെ കീപ്പ് ചെയ്യണം. I want to declare to you clearly the doctrine of Pentecostalism is that we are to keep holiness. I am born in a Pentecostal family. കേരളം വിട്ടപ്പോൾ ഇന്ത്യ വിട്ടപ്പോൾ വിശുദ്ധി വിടരുത്. When you left Kerala, when you left India, you should not let go for your holiness. ഇപ്പൊ കേരളം നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. I'm not saying Kerala is good. കേരളത്തിൽ നിന്ന് പോകുന്നത് നന്നായി ഞാൻ പറയത്തു. I will say that it's better you left Kerala. കൃപയിൽ നിൽക്കാൻ പറ്റും. You can stand in grace today. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിൽ നിന്ന് സ്തോത്രം നീ മാറി പോകരുത്. You should not backslide from the holy life. കർത്താവിന്റെ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? What was the Lord's standard? ഞാൻ വിശുദ്ധനാകും. I am holy. അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായി. Hence you ought to be holy. അത് കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ്. There was nothing less than that. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് ഇസ്രായേൽ. The Israel people had the highest standard in the world. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ലൈഫാണ് ഇസ്രായേലിനുള്ളത്. And they did have a very high standard of life as well. അതാ നമ്മള്. And we are the ones. അയ്യോ അത് പറഞ്ഞപ്പോൾ ആരും മിണ്ടുന്നില്ല. Nobody is saying anything. സ്തോത്രം. Hallelujah. ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരാണ് ഇസ്രായേൽ ജനം. The people of Israel live at very high standards. നമ്മൾ അത് കുറഞ്ഞ സ്റ്റാൻഡേർഡ് കുറഞ്ഞ് ജീവിക്കരുത്. We cannot go down on our standards. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. ആമേൻ. സ്തോത്രം. രക്തത്താൽ ജയം. ഹല്ലേലൂയ. Hallelujah. Victory in the name of Jesus. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിനകത്തൂടെ പ്രധാനമായി 5 ചിന്തകൾ നിങ്ങൾക്ക് തരാൻ The പോകുകയാണ്. Holy Spirit is going to give 5 important thoughts through this verse. എന്താണ് ഈ 5 ചിന്തകൾ? What are these thoughts? ക്രൂശും വിശുദ്ധനുമായുള്ള ബന്ധമാണ് ഈ 5 ചിന്തകൾ. It is a relationship between the cross and the saint. ക്രൂശിൽ എന്ത് സംഭവിച്ചു അത് ക്രൂശിനെ അനുധാവനം ചെയ്യുന്ന ഈ വ്യക്തിയിലും സംഭവിക്കണം. And what happened in the cross will happen in the person who follows the cross. ക്രൂശിൽ എന്ത് സംഭവിച്ചോ അത് എൻ്റെ ലൈഫിനകത്ത് സംഭവിക്കണം. What happened in the cross should happen in my life. ഒന്ന്, ക്രൂശിൽ ഒരു വിജയം ഉണ്ടായി. There was a victory on the cross. അത് ക്രൂശിനെ അനുഗമിക്കുന്ന വിശുദ്ധനും അത് സംഭവിക്കണം. And that should happen in the life of a saint who follows the cross. ക്രൂശ് പരാജയത്തിന്റെ വേദിയല്ല. The cross is not a stage of failure. ക്രൂശ് തോൽവിയുടെ വേദിയല്ല. The cross is not a stage of defeat. ക്രൂശിൽ ഒരു വിജയം ഉണ്ടായി. There was a victory on the cross. ആമേൻ. ആമേൻ. ഏറ്റവും ലോകത്തിലേക്ക് ഏറ്റവും ദോഷകരമായതൊന്ന് ക്രൂശായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. We need to know that it was the most hurting thing on earth was a cross. എന്നാൽ അതിനെ കൂടെ നന്മയാക്കി മാറ്റുവാൻ പിതാവിന് പ്രസാദം തോന്നിയെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. If it was pleasing to the Lord to make that cross a blessing, then we praise the Lord. ക്രൂശ് പോലെ ദോഷമായതൊന്നും ഈ ഉലകിലില്ല. There was nothing more a greater disaster than the cross in this world. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് പകൽക്കാലം ദോഷമായതിനെ നന്മയാക്കി മാറ്റാൻ എൻ്റെ ഉടയവന് കഴിയും. The Holy Spirit says that my master is able to turn every evil into good this morning. അനീതി നിറഞ്ഞ ലോകത്തിനെതിരെ ക്രിസ്തുവിന്റെ വിധി എഴുത്തായിരുന്നു കാൽവറി ക്രൂശ്. Against an unrighteous world, it was the writing of Jesus Christ, the Calvary's cross. ക്രൂശ് നിയമത്തിന്റെ കൊലമരവും നീതിയുടെ പരിഹാസവുമായിരുന്നു. The cross was actually a scorn of justice. യേശു ക്രൂശിൽ മരിക്കരുതെന്ന് പിശാച് ആഗ്രഹിച്ചു. It was the devil decided that Jesus should not die on the cross. യേശു ക്രൂശിൽ മരിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. But the Father decided that Jesus should die on the cross. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ സഭ ഉടലെടുത്തു. When Jesus died on the cross, the church took form. സാധാരണ ലീഡർ മരിച്ചാൽ പ്രസ്ഥാനം മരിക്കും. Usually if the leader dies, then the organization also dies. നേരെ തിരിച്ചാ ഇവിടെ. But what happened was reverse.
ലീഡർ മരിച്ചപ്പോൾ പ്രസ്ഥാനം തലപൊക്കി. When the leader died, the organization stood up. ഈ പ്രസ്ഥാനം ഈ ലോകത്തിലില്ല. There is no such organization in the world. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം Those who believe, ചെയ്യുക. let's clap hands and praise the നമ്മുടെ Lord. ലീഡർ മരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം തല ഉയർത്തി. When our leader died, this organization raised its hand. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus who had died, Jesus who was buried, Jesus who was risen again, this Jesus is with us. ഇത് തകർന്ന പ്രസ്ഥാനമല്ല. This is not a destroyed organization. ഇത് ജീവിക്കുന്ന പ്രസ്ഥാനം. This is a living organization. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. Oh, the gates of Hades will not overcome it. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതല്ല ദൈവസഭയെ. Church cannot be overcome by the gates of Hades. ഇന്ന് പകൽക്കാലം പാതാള ശക്തികൾക്ക് ഒരു വലിയ ഭീഷണിയാണ് നീ. We are a threat to the forces of Hades. അഭിഷേകം നിന്റെ മേൽ കേറിയാൽ പാതാള ശക്തികൾക്ക് പോലും നിന്നെ ഭയപ്പെടുവാൻ അത് When the ഇടയായിത്തീരും. anointing comes upon you, even the forces of Hades will fear you. 22 കിലോ ഉള്ള നിന്നെ ആര് പേടിക്കാനാണെന്ന് ചിന്തിക്കേണ്ട. അഭിഷേകം കേറിയാൽ നീ എല്ലാവർക്കും പേടിയാ. You need not think that, oh, 72 kilos only I am, who will fear me? But when the anointing comes upon you, everyone will fear you. നീ മുട്ടേ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യും. When you stand on the feet, the Holy Spirit will anoint you. ഈ നാളുകളിൽ ഈ ദേശത്ത് സത്യത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവകുഞ്ഞെ നീ അഭിഷേകത്തോടെ ആരാധിക്കണം. Oh, dear child of God, in this land, when you worship the Lord in the spirit and the truth, you must worship with an anointing. നിദ്ര വിട്ട് നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. In the night, you must leave your sleep and you must get up and pray. നിന്റെ മേൽ അഭിഷേകം ചലിക്കാൻ പോകുകയാണ്. Oh, the anointing is going to work on you. അസാധാരണ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. Maybe an extraordinary power that will manifest on you. എന്നെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തരമായി Through the Lord who strengthens me, ഞാൻ സകലത്തിനും മതിയാകുകയാണ്. I am able to do everything. എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. I have a Lord who strengthens me. എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. I have a Lord who helps me. എന്നെ ശക്തീകരിക്കുന്ന ദൈവം മുഖാന്തരമായി Because of God who strengthens me, ഞാൻ സകലത്തിനും മതിയാകുന്നു. I am able to do everything. എന്റെ ജനമേ സ്വസ്ഥമായി ഇരിക്കുക. Oh, rikamana handula bagasya. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. Rikamana handula bagashandala bagasya. Ibarahatula bagashandala bari kamana handala bagasya radara. Sudara barababa. Oh, Ibarhandala barikana gashandala barigasya. Ikadula bagariandala barikashadala gadelika baragasya. Thura baraba digava pravara. Ibarhandala barikamana Udaga ragaja digare gadara. Udaga digada rabara pravara. Udaga ragaga jagat kare digara diya. Karate ഇത് പകൽ വിട്ടയക്കണം. ആമേൻ. മാനസിക തകർച്ചകൾ മാറിപ്പോ. ശാരീരിക രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോ. Thura baraba. Udaga ragaja. ആത്മാവിലാരാധിക്കട്ടെ. Thura barababa. Hallelujah. 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 ക്രൂശിൽ ഒരു വിജയമുണ്ട്. ക്രൂശിൽ ഒരു വിജയമുണ്ട്. പുരാപരാബാസിയ. ഹല്ലേലൂയ. 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 നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ. Hallelujah. 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 Hallelujah.
ഹിക്കം ധരാജകൾ ഖരാദിയാന ദൂരെ ഗബൗഡ വരിബവസിയാദന ശത്രു കെട്ടിയ കേട്ടുകളെ അഴിക്കുകയാണ് ചൂടറബറബ ശൈതകരേദനാദികൾ ഖരേ യേശുവിന്റെ നാമത്തിൽ ജയം. ഒന്ന് ക്രൂശിൽ ഒരു വിജയമുണ്ട്. On the cross there is a victory. ആ ലീഡറെ അനുഗമിച്ചാൽ നിനക്കും ആ വിജയം സമ്മാനിക്കും. If you follow that leader, you will also gain that victory. ക്രൂശിൽ പരാജയത്തിന്റെ ഒരാമെ തരി പോലും ഉണ്ടായിരുന്നില്ല. There will not even be a spot of failure on the cross. മുഴുവനും വിജയമായിരുന്നു. It was complete victory. ആ വിജയം നിനക്കും സമ്മാനിക്കുന്നു. You will also be gifted that victory. അതാണ് ഇതിന്റെ പ്രത്യേകത. Praise the Lord. That's a specialty of it. Number 2, ക്രൂശിൽ ഒരു മരണമുണ്ട്. There is a death on the cross. അത് ആ ക്രൂശിനെ അനുഗമിക്കുന്ന നിനക്കും ഉണ്ടാകണം. And that death should happen to you if you follow the cross. അയ്യോ പാസ്റ്ററെ, മരിക്കാതിരിക്കാനല്ലേ ഇവിടെ വന്നത്? We have come here, Pastor, not to die. എന്ത് മരണമാ? ജഡമരണം. What is this death? It is the death of your flesh. ഒരു മരണത്തിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. It is from one death the Christian life begins. ക്രിസ്തീയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടാ? Where does a Christian life start? ഒരു ഡെത്തിൽ നിന്നാണ്. It begins from a death. അപ്പോൾ ഈ വാസം ഇരുന്നത് കർത്താവേ മരിക്കാതിരിക്കാനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മരിച്ചേ പറ്റൂ. If there are people who think that I'm here not to die, you have to die. ജഡത്തിൽ മരിക്കണം. You have to die in the flesh. ഈ ജഡം നിന്നെ ഒരിക്കലും നന്നാക്കത്തില്ല. This flesh will never help you. ഇത് മണ്ണാണ്. It is just made of mud. ഇത് നിന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. It will keep on fighting against your spirit. വിജയകരമായി ജീവിതം നയിച്ചവരെല്ലാവരും മരിച്ചവരാ. All those who led a victorious life, they all once dead. വിജയകരമായി ജീവിതം നയിച്ച എല്ലാവരും ഈ ഭൂമിയിൽ മരിച്ചവരാ. All those who lead victorious Christian life, they have become dead once in this earth. ആമീൻ. പൗലോസ് പറഞ്ഞു, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Paul said, the world is crucified for me. അവനാ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. I am crucified to the world and the world is crucified to me. അപ്പം മരിക്കാതെ ഇവിടെ രക്ഷപ്പെടുകയില്ല. Without being dead, we can't be saved here. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, അങ്ങനെ ആമേൻ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയുണ്ട്. The work of the flesh is evil. There's a big group of evil deeds, all kind of impurity. ഈ ജഡത്തിന്റെ പ്രവൃത്തി എല്ലാം മരിപ്പിക്കണം. We have to put to death all the work of the flesh. ഇന്ന് ഒത്തിരി പേര് ഈ ഗ്ലോറി പറയുന്നത് തോറ്റേച്ചാ. Many people are shouting glory after defeat. ഗ്ലോറി എല്ലാം പറയും, തോറ്റേച്ച് വന്ന് ഗ്ലോറി പറഞ്ഞു. Many defeated people are shouting glory. ഇത് കേൾക്കുമ്പോ മറ്റേ വിളിച്ചിരിക്കും. The other guy will smile when നീ പ്രാർത്ഥിച്ച് ജയിച്ച് നിന്ന് സ്വോത്രം പറഞ്ഞ് ഗ്ലോറി പറയണം. When you stand victorious and then say glory and praise the Lord. തോറ്റ ഗ്ലോറി കേൾക്കുമ്പോ നമുക്കറിയാം പവർ കുറവാ. When we hear the defeated glory, we know there's less power. ചിലർ അല്ലേലിയ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന പുള്ളിക്ക് അറ്റാക്ക് വരും. When somebody says, some people say hallelujah, the next guy may get an attack. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ഇരുന്നപ്പോൾ When I was in a meeting in another place, ഒരു അച്ചായൻ അല്ലേലിയ പറഞ്ഞു. one Achayan shouted hallelujah, അടുത്തിരുന്ന ആൾ നിലത്ത് വീണു. and the next person fell down on the ground. പുള്ളി ഒന്ന് മയങ്ങി പോയതാ. He had just become lost consciousness. എന്നാ അല്ലേലിയായിരുന്നു. What a hallelujah. ഇന്ന് ചിലർ പറയുന്ന അല്ലേലും വയ്യെന്ന. Malayalam allelum vayya. മലയാളം അങ്ങനെ അല്ലേലും. Even then it's so difficult. ആരാധിച്ച് മടുത്തെന്നാ പറയുന്നത്. I'm so ആരാധന ബോറടി. I'm so tired, I'm so bored of worship. ആരാധിച്ച് മടുത്തവരൊക്കെ തോറ്റവരാ. All those who are tired of worship, they are defeated. ആരാധിച്ച് കേറുന്നവരൊക്കെ ജയിച്ചതാ. Those who increase in worship, they are victorious. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഉറങ്ങാൻ പെർമിഷൻ എനിക്കേ ഉള്ളായിരുന്നു. Only I had the permission to sleep here. ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. Because the whole night I didn't sleep. ഇന്നലെ ഇത് കഴിഞ്ഞപ്പോൾ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു ഷാർജയിൽ. After the meeting yesterday, we had a Zoom meeting. തൊണ്ട വെച്ചു പിന്നെ അവിടെ പോയി സൂം മീറ്റിംഗ് നടത്തി. Then after shouting so much here, I went and conducted Zoom meeting. ഒരു സഹോദരി പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞു, വലിയ പ്രശ്നമാണ് പാസ്റ്റർ, എന്ത് വിഷയമായാലും പ്രാർത്ഥിച്ചിട്ടേ പറ്റുള്ളൂ. So
Then another sister from Kerala called me and said, I'm in a big problem. You have to somehow pray and let me go. പിന്നെ വിളിച്ചവരുടെ ഫോൺ എടുത്തില്ല, കാരണം അവർ ധരിക്കുന്നത് ബാബുപാഷ ഇപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ പിന്നെ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയമെന്നാണ്. And so they thought that pastor is very happy and is in the meeting. They did not. ഓസ്ട്രേലിയക്കകത്ത് ഇങ്ങനെ സമയ വ്യത്യാസം ഉണ്ടെന്ന് പാവങ്ങൾക്കൊന്നും അറിയത്തില്ല. She doesn't know that we have a time difference to Australia. ഒരാൾ രാവിലെ പറഞ്ഞു, പാസ്റ്റർ പണ്ടത്തെ പോലെ സ്നേഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. So somebody told that pastor don't have love like before in the past. അപ്പോൾ എല്ലാം പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ തോറ്റെങ്കിൽ അത് നമ്മുടെ ആരാധന അറിയാൻ പറ്റും. So people are in the midst of problems. If they are defeated, it can be seen in their worship. നമ്മൾ വന്നിരിക്കുമ്പോൾ ഏതായാലും ആരാധിക്കാനല്ലേ വന്നേ. We've all come to worship somehow. ഏതായാലും ലീവ് എടുത്തതല്ലേ. We have taken leave and come here. 3 ദിവസം ഇരിക്കാൻ തീരുമാനിച്ചല്ലേ. We have decided to be fasting for 3 days. പിന്നെ കൈയടിച്ചുകൂടെ? Can't we just clap hands and praise the ശബ്ദം Lord? എടുത്തുകൂടെ? Can't we sing with loudly? ചിലരിപ്പോഴും തീരുമാനിക്കും, അത് ശരിയാണല്ലോ. നമ്മൾ എന്തായാലും തീരുമാനിച്ചതാണ് വരും. We have already made a decision. അപ്പൊ നേരെ ചൊവ്വേ അങ്ങ് ഇരുന്ന വലിയ കുഴപ്പമുണ്ടോ? Is there a problem if we sit properly? ഞാനൊരു രഹസ്യം പറയാം, ഈ I want to tell you a secret. ആരാധിക്കാതിരിക്കുന്നേക്കാൾ നല്ലത് ആരാധിക്കുന്നതാണ്. So sitting better than sitting quietly, it is better to worship the Lord. ഞാനൊരു രഹസ്യം പറയുന്നത് നിങ്ങൾ മറന്നു പോരുത്, ആരാധിക്കാതിരിക്കുന്നേക്കാൾ നല്ലത് ആരാധിക്കുന്നതാണ്. It is better than sitting quietly, it is better to be worshiping the Lord. സ്വോത്രം പറയാതിരിക്കുന്നേക്കാൾ നല്ലത് സ്വോത്രം പറയുന്നതാണ്. It is better to say praise the Lord than sitting quietly. ടൈം വേസ്റ്റ് ആക്കി കളയരുത്. Don't waste your time. ഇത് വലിയ ടൈമാണ്. പ്രൈസ് ദി ലോർഡ്. This is an important time. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കിട്ടുന്ന സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. These are blessed moments to praise the Lord. നമ്മുടെ ആളുകൾ, ഞാൻ ചിലർ വന്നു കഴിയുമ്പോൾ അങ്ങ് ഇരുന്നങ്ങ് ഉറങ്ങുക. I see many people are tired and sleeping when they come. കൃപ ഇതിനെവിടെ ആരെയും ഞാൻ കാണുന്നില്ല. പക്ഷെ നാട്ടിൽ നമ്മൾ പല ചർച്ച ചെല്ലുമ്പോഴും ആളുകൾ സ്ഥിരം കസേര വന്ന് സ്ഥിര ഉറക്കം, അങ്ങനെ ഒരു I've seen many people sleeping in the church when they come to church. ഒരു സഹോദരി പറഞ്ഞു, വീട്ടിലൊരു സമാധാനം ഇല്ല, അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് സമാധാനമുള്ള ഉറങ്ങിപ്പോവുക. Someone told that there is no peace at home. At least here there is peace, hence we sleep well. ഈ ആളുകൾ പറയുന്നത് സമാധാനം ഇവിടെ അല്ലേ, അപ്പൊ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക? And people say that because it's here we enjoy the peace, so we are peacefully sleeping. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ആരും കണ്ണടച്ച് കളയരുത്. No, please don't close your eyes like that. ഈ ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴൊക്കെ ഉറങ്ങുന്നത് വലിയ തെറ്റാ. It's a big mistake if we are sleeping when we are praying and worshiping. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പിന്നെ അടുത്ത് ഡൽഹി ചെന്ന് സംസാരിക്കാൻ ബാബുപാഷക്ക് അവസരം കിട്ടിയിരിക്കട്ടെ, കിട്ടിയിട്ടില്ല ഇതുവരെ. Suppose I get an opportunity to go to speak to the Prime Minister in Delhi. അടുത്ത മാസം 10-ാം തീയതി 10 മണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ എൻ്റെ ഉറക്കം പോകും. So if I am told that next month 10 a.m. at 10th May, then I will lose my sleep from now itself. പ്രധാനമന്ത്രി കാണാൻ വേണ്ടി ഡൽഹിക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് കയറുമ്പോഴും കൈയും കാലും പറയ്ക്കും. So my hands and legs will be shivering when I am going to see Prime Minister in Delhi. ദിവസം മുമ്പ് എൻ്റെ ഉറക്കം പോയി കാണും. I would have lost so many days of എന്നിട്ട് sleep. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ മുമ്പിലോട്ട് ചെല്ലുന്ന നിമിഷം ഞാൻ കസേര ചെന്നിരുന്ന വെച്ച് So if I go to the Prime Minister, when I reach there and in front of them in this chair, if I slit and sleep, what will happen? ഇത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ I'm പറഞ്ഞത്. just talking about Indian Prime Minister. ആമീൻ. അത്ഭുത മന്ത്രി, He is a mighty prince. വീരനാം ദൈവം, He is a mighty God. നിത്യപിതാവ്, He is eternal Father. സമാധാനത്തിന്റെ പ്രഭു, He is a Prince of Peace. താൻ മാത്രം അമർത്യതയുള്ളവൻ, He is eternal, അടുത്ത് കൂടാത്ത immortal. വെളിച്ചത്തിൽ വസിക്കുന്നവൻ, He മനുഷ്യരാരും കാണുവാൻ കഴിയാത്തവൻ, He ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, is the creator of the world. നമ്മെ മെനഞ്ഞവൻ, ഹല്ലേലൂയ, സൃഷ്ടാവ്, Hallelujah. അവനത്രേ വലിയ മന്ത്രി. പ്രൈസ് ദി ലോർഡ്. He ഹല്ലേലൂയ. is the greatest of all. അവന്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുന്നവർ ഓർത്തോണം, Those who sleep before him, you will be reminded. ഇത് വലിയ തെറ്റാണ്. It's a big mistake. പ്രൈസ് ദി ലോർഡ്. Hallelujah. അപ്പൊ അതുകൊണ്ട് ഇനി മേലാൽ നമ്മൾ ആരും അങ്ങനെ ഉറങ്ങരുത്, കാരണം അവൻ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. Hence, none of ഹല്ലേലൂയ. us should sleep when we are come to worship because his presence is here. നിങ്ങൾ 2 പേര് ഇതിനകത്ത് വന്നപ്പോൾ കർത്താവ് വന്നു കഴിഞ്ഞു. As soon as 2 of you came in here, the Lord is here according to his promise. ബാക്കി എല്ലാവരും ഓർത്തോണം, കർത്താവ് വന്നു കഴിഞ്ഞ് വന്നവരാ. After everyone else came after the Lord came in. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കർത്താവ്. കർത്താവ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പേര് വന്ന ശേഷം പിന്നെ വന്നവരെല്ലാം കർത്താവ് വന്നു കഴിഞ്ഞ് വന്നവർ. The Lord has noted it. After 2 people came in, everyone who came is അതുകൊണ്ട് വലിയ മിടുക്കൊന്നും കാണിക്കരുത്. you need to be very smart about that. ഒരിക്കൽ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റേജ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കെട്ടിക്കുന്ന ആള് പിന്നെ പ്രധാനപ്പെട്ട കാർമ്മികൻ ചോദിച്ചു, ബാബുപാഷ എപ്പോഴാണോ വരുന്നത്? So ഞാൻ 1 മണിക്കൂർ മുമ്പ് വന്നല്ലോ.
So when I went for a wedding, the main wedding conducting pastor asked me, Babu Pastor, are you coming now? I came here 1 hour ahead. ഞാൻ മനഃപൂർവ്വമല്ല, വഴിയിൽ പ്രശ്നങ്ങളുണ്ടായി. അപ്പം വൈകിപ്പോയതിൻ്റെ ചമ്മല് തീരുന്നവരെ ഉണ്ടായിരുന്നു. Because I did not delay willingly. There were many traffic jams, but I was really ashamed that I was delayed. നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് വൈകി വന്ന ഒരു ചമ്മലുമില്ല, ഭയങ്കര സ്റ്റാൻഡേർഡ് അവർ. We people, we are not ashamed at all, even if we are late. പണ്ടൊക്കെ റോയ് ഭാഷക്ക് അറിയാം, ഡ്രം അടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. So in the past, when we hear the drum being played in the church, we used to rush from the home. ഞങ്ങളുടെ നാട്ടിൽ ഡ്രം അടിച്ച് രാവിലെ 9:30 ആകുമ്പോൾ ഡ്രം അടിക്കും. കാരണം ഡ്രം അടിക്കുമ്പോൾ എല്ലാ വീടുകളിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങാനാണ് പാസ് അടിക്കുന്നത്. So 9:30, the pastor will beat the drum so that everybody will come out from home by 10. 2 കിലോമീറ്റർ ചുറ്റളവെല്ലാം കിടക്കുന്നതുകൊണ്ട് അന്നത്തെ ഡ്രം അടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ അടിച്ചാൽ പിന്നെ ആരും കേൾക്കുകയല്ല. അന്നെന്ന് പറഞ്ഞാൽ ടാപ്പോ എന്ന് അടിക്കും. പാസ് അഭിഷേകത്തിൽ രാവിലെ നിൽക്കുകയല്ലേ, ഇട്ടത് തല്ലിക്കളയും. Nowadays people don't listen to that as well, but those days when the drum is beaten, they know that it's time and they will all come. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ചി പറയും, പാസ്റ്റർ പച്ചൻ ഡ്രം അടിച്ച് കേട്ടോ, വേഗം റെഡി ആയിക്കോളൂ. My mom used to say that, see, Pastor Pachan has already beaten the drum there, get ready fast and പിന്നെ go. ഒരു മിനിറ്റ്, കാരണം അമ്മ ഭയങ്കര ഗൗരവമാണ്, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുങ്ങും, അവിടെ നിന്ന് ഇറങ്ങി ഓടും. Mom is very serious about it, and I'll quickly get ready and run. അവിടെ പോയി കയറി ഇരിക്കുമ്പോൾ തന്നെ ഈ പാസ്റ്റർ പച്ചൻ ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കറങ്ങുന്ന കാണും. I can see that he used to hold his hand like this and he's turning around. അദ്ദേഹം നിത്യതയിൽ മറഞ്ഞുപോയി വിശുദ്ധനായ ദൈവപുരുഷനായിരുന്നു പാസ്റ്റർ ജോസഫ് കുരുവിള. He is a man of God. Pastor Joseph Kurula is now in eternity. അന്നത്തെ ആരാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കത്തേ. Oh, if I speak about the worship there, you will just wait. 10 മണിക്ക് ആരാധന തുടങ്ങുന്ന മുമ്പോൾ 1 മണിക്കൂർ മുമ്പ് പാസ്റ്റർ വന്നിരുന്ന ഈ ആത്മനിറവിൽ ഇങ്ങനെ ജാഗരിക്കുക. So 10 o'clock when the worship starts, he will come 1 hour earlier and he will be waiting in the spirit. എൻ്റെ കൊച്ചുപ്രായത്തിലെല്ലാം ഞാനത് ഓർക്കുന്നുണ്ട്. I can remember that in my young days. കഴിഞ്ഞ ചില ദിവസങ്ങൾ മുമ്പ് ഞാൻ ഹാർവസ്റ്റ് ലൈവിൽ 2 മണിക്കൂർ എനിക്ക് ഹാർവസ്റ്റ് ലൈവ് ചെയ്യാൻ ഇവിടെ കേരളത്തിൽ നിന്ന്. The Lord gave me opportunity to speak on Harvest Live for 2 hours. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഷാജി സാർ ചോദിച്ചു, പാസ്റ്ററെ ഇത് ലൈവാണ്, ലോകം മുഴുവൻ കാണുന്നുണ്ട്, പണ്ടത്തെ ആരാധനയും ഇന്നത്തെ ആരാധനയും വ്യത്യാസം പറയാൻ പറഞ്ഞു. So the person who conducted the interview, he asked me, what is the difference between the worship of the past and the worship now? അപ്പോൾ 2 മണിക്കൂറിലും ഞാൻ പാസ്റ്റേഴ്സിനെ കുറിച്ചും അന്നത്തെ ആരാധനയെക്കുറിച്ചും ഒക്കെ ലൈവിലൂടെ അന്ന് സംസാരിച്ചു. ലോകം മുഴുവൻ അത് കണ്ടു. So for 2 hours I spoke about the worship of those times and the pastors of the time that everyone saw in the world. ഒത്തിരി പേരെന്നെ വിളിച്ചു ചോദിച്ചു, ആമേൻ, അപ്പോൾ പണ്ടത്തെ ആരാധനയെക്കുറിച്ച് നമ്മുടെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. So our children don't know about the worship of the past. ഇന്ന് കൃത്യം 12 എന്ന് പറഞ്ഞാൽ 12:30 മുമ്പ് നിർത്തിയില്ലെങ്കിൽ വിവരം അറിയും. Nowadays if it is written 12:30, you have to close the meetings at 12:30. അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ആരും ചിന്തിക്കാൻ So പോകും. those days they don't have a clock, so they don't worry about the time. തീരുമ്പോൾ തീർന്നോണം. Whenever it gets over, then it will be over. എൻ്റെ ചെറുപ്പത്തിൽ 3 മണിക്ക് അകത്തൊന്നും തീർന്ന ചരിത്രമില്ല. I do not remember any day when we close service before 3. 3 മണിക്ക് തീർന്നാലും ആരും വീടുകളിൽ പോകത്തില്ല. And even if it's closed at 3, people won't go home. ഇതായിരുന്നു പെന്തക്കോസ്തിന്റെ ആരാധന. That was the Pentecostal worship. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ആരാധിക്കുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങളായി ഞങ്ങൾ വന്നിരുന്ന മുട്ടയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. When pastor was worshiping in the spirit in tongues, we used to come and stand on the knees and praise the Lord. പാസ്റ്റർ പ്രാർത്ഥിച്ച ശേഷമായിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിച്ച് ആമീൻ പറയുമ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും പറയും. So when he used to conclude his prayer and say amen, he will be in tears. അത് കഴിഞ്ഞ് പാസ്റ്റർ സെന്ററിൽ കൂടെ ഒരു ഓട്ടമുണ്ട്. And then he will run from on the center line. അത് അന്യഭാഷ പറഞ്ഞാ ഓടുന്നത്. He will be running by speaking in tongues. മേശയുടെ സ്റ്റേജിന്റെ അവിടുന്ന് പുറകോട്ട് ഒറ്റ ഓട്ടം, ഓട്ടത്തിനകത്ത് ആരാധന സ്റ്റാർട്ട് ചെയ്തു. And he runs from the stage, then the worship starts. പിന്നെ അന്യഭാഷയിൽ ആരാധനയാണ്. Then it will be a worship in the tongues. അന്യഭാഷ ആരാധന പറഞ്ഞ് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമീൻ കുറച്ച് കഴിയുമ്പോൾ പാസ്റ്റർ ആമീൻ ആത്മനിയോഗത്താൽ പാട്ട് പാടും. And then when everybody is worshiping in tongues, then he will be guided by the Spirit and he will sing a song. അതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. Those are there in my own remembrance. അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് പാസ്റ്റർ പറയും, തൻ നല്ലവനല്ലോ ദയ എന്നും ഉള്ളത്, Amen. He will വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, തനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലും നിമ്പ്രമോദമുണ്ടല്ലോ, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ,
തൻ സന്നിധിയിലും. അങ്ങനെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. We used to sing likewise and we used to worship the Lord. ആരാധനകളൊക്കെ ഇന്ന് ആമേൻ നമുക്ക് ലഭിക്കുക ആമേൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. Nowadays it is difficult for us to experience such worship. എന്തോ ഒരു ദൈവ സാന്നിധ്യമായിരുന്നു. This was a mighty presence of the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നമ്മൾ അനുഭവിക്കുകയായിരുന്നു. We were able to experience the coming down of the Holy Spirit. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അങ്ങനെയുള്ള ആരാധനകളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. These days we need such worship. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്ന ജനം ഉറച്ചു നിൽക്കും. Oh, the God's people who worship the Lord, they will stand fast. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. Let us look carefully at the perfecter of our faith, the Lord Jesus, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, so that we are not faint within our പാപികളാൽ തനിക്ക് നേരിട്ടുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. You meditate on the one who faced all the atrocities from the sinners. ഈ വാക്യത്തിനകത്ത് 5 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. I'm going to talk about 5 things. ഒന്ന്, ക്രൂശിൽ ഒരു വിജയം. First, there is a victory on the cross. 2, ക്രൂശിൽ ഒരു മരണം. There is a death on the cross. അപ്പം ഈ മരണം ക്രൂശിൽ യേശു അനുഭവിച്ചു. ആ മരണത്താലേ നമ്മുടെ മരണം നീങ്ങിപ്പോയി. Because Jesus tasted death on the cross, our death has passed on. പക്ഷെ നമുക്കൊരു മരണം, മറ്റൊരു മരണമുണ്ട്. But we have a different kind of death. അത് നിന്നിൽ ഉണ്ടായാൽ നിന്റെ ജീവിതം ധന്യമായി. If that death happens inside you, your life become rich. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. The one that is born of the flesh is flesh. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. The one that is born of the spirit is the spirit. അതുകൊണ്ട് നിന്നിനകത്ത് ജഡത്തിന്റെ യാതൊന്നും തല ഉയർത്താൻ അനുവദിക്കരുത്. Nothing of the flesh should rise its head inside you. ലോകത്തിലെ ആകർഷിക്കുന്ന എല്ലാ സമ്പത്തും എനിക്ക് ഡെഡ് ബോഡിയാണ്. Everything in this world that attracts me is just dead body for me. ഒരു ഭക്തൻ പറഞ്ഞു, ലോകത്തിലെ ആകർഷിക്കുന്നതെല്ലാം എനിക്കൊരു ഡെഡ് ബോഡിയാണ്. A saint once said that all that attracts me in this world is just a dead body for me. അത് മരിച്ചവന്റെ ആപ്തവാക്യമാണ്. And what was the meaning, the sign of a one who is dead? ഒന്നും കണ്ട് ആമേ നിന്നെ വീഴിക്കാൻ പറ്റത്തില്ല. Nothing will make you fall by looking at something. ലോകത്തിലെ ഒരു കാര്യങ്ങളും നിന്നെ ആകർഷിക്കുന്നില്ല. Nothing could attract you. ആകർഷിക്കാൻ കഴിയുന്നില്ല. Nothing can attract you. അതാണ് പാട്ടുകാരൻ പാടിയത്. സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്ന ഞാൻ. ഓ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം ഷഗമനദിയ. ആ ലോക സുഖ സൗകര്യങ്ങൾ ആ മോടിയോടു കൂടെ എന്നെ മടി വിളിച്ച ലോക സുഖ റൗഷാന റഖമ ഷാന ലൗഡാദാര സൈദേരേഗേ സുന്ദരന മനോഹര. ഹല്ലേലൂയ. രിദരന്ദഗ റൗഷഗരന്ധന രേതഗരം ധനത് ഖാന രേഗാദാദ റൗഷാനാദി രിദാദ റൗഡൽ റൗഷാമന റിഖം ശതന. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നൻ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നൻ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര. രിതരന്തര ധീരധരേത ധീരധേര ധീനാന ധീരാധാര ധീരേധേരെ ധീരേദാന. ഓ ധീരാധാര രേഖാനാം തന്നൗഡം തന്ന ഹേ
Areda Rauda Lauda Raja Lauda Raja Roshada Ira da Reda Dira da Reda Dira da Reda Ira da Reda Rauda Ramda Lauda Reda Ira da Hauda Raja Rauda Raja Ira da Reda Rauda Raja Hauda Lauda Rebana Ega Raja Reda Raja Hauda Raja Sundara Ramanogar Ninne Pirinni Loga Yatra Nagardaran Jaran Mare Varikumo Valsala Anne Pradi Manikam ഈ മണ്ണേ പ്രതിമാണിക്കം വേടിയുകില്ല ഞാൻ ഈ മണ്ണേ പ്രതിമാണിക്കം വേടിയുകില്ല ഞാൻ ഈ മണ്ണേ പ്രതിമാണിക്കം വേടിയുകില്ല ഞാൻ ഈ മണ്ണേ പ്രതി ഹല്ലേലൂയ ഓ രാ 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 ദാ 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 രാ ധീരേ രേ രേ ധേ രേ രേ ധേ രൗടാ രാ ധീരേ രേ 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 ധേ രേ ധേ രേ ധേ രേ ധേ രാ ധീരേ ധേ രേ ധേ രേ ധേ ധീരേ ധേ രാജാ രാജാ Ira da ra dire dire hamdallah uda re da ra Hallelujah Loga suga സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ ബോഡിയോടെ എന്നെ മാടി വിളിച്ചാൽ Hallelujah Hallelujah Ira Reda Lauda Reda Raja Haudara Ira Dara Haudanada Ira Dara Ira Dere Rauda Raja Ramshara Hamdera Ira Rauda Laude Rede Lausha Hamdana Ira Dara Raude Ramde Raude Hamsan Raudana Diga Raja Rauda Mana Judara bara bara bauda mana vaida mana vaisha bara mana dhana se Oh hallelujah hallelujah Dira da raja raja dire dare 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 Dida Raja Rauda Rada Raushallauda Rega Raja Raja Haudara Dira Dara Hauda Dara Dire da Raja Raudal Dire da Raja Raudana Dira Dara Haude Rede Raushallauda Dira Dara Hande Rauda Dire da Raja Laudana Dira da Gara Vaidana Diga Lauda Rega Raja Hauda Dara Vaidana Diga Dara Hauda Naja Hauda Lausada Shire da Raja Hauda Nade Dire da Rede Rauda Raja Hallelujah Tuda bara bara basaida bara basia Tira bara bara basia Hallelujah Riga bara basia Hallelujah Glory Hallelujah Rektam jayamedukkunna Karthavé Praise the Lord Hallelujah Praise the Lord Hallelujah Amen ലോകത്തിന്റെ എല്ലാ ആകർഷണങ്ങളെയും ആമേൻ സ്തോത്രം ആമേൻ നീ ത്യജിക്കണം All the distractions of this world you must reject it. ഇതൊന്നും നിന്നെ നന്നാക്കത്തില്ല None of this will build you up. ഈ ശരീരം ആർക്കും ഗുണം ചെയ്തിട്ടില്ല This flesh has not done good for anyone. അതുകൊണ്ട് മരിക്കണം You must be dead to the flesh. ജഡത്തിന്റെ എല്ലാം മരിച്ച് നീ ആത്മാവിൽ ജീവിക്കണം Everything of the flesh and we must live in the spirit. ഒരാത്മീയനെ സംബന്ധിച്ച് അവന് ആമേൻ സ്തോത്രം അത് എളുപ്പമായി തീർക്കാം Easy for a spiritual man. ആമേൻ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ നീ മരിച്ചവനാണോ Are you dead in your life today? ഞാൻ പണ്ടൊരു സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നാട്ടിൽ ശുശ്രൂഷിക്കാനായിട്ട് ചെന്നപ്പോൾ When I went to minister in a church for a fasting prayer, അപ്പം അന്ന് ഈ ബസ്സിൽ കയറി ബാഗൊക്കെ പിടിച്ച് ആണ് ഞാൻ യാത്ര ചെയ്യുന്നത് those days we used to travel by bus. അപ്പോൾ എവിടെയോ ചെങ്ങന്നൂർ ഭാഗത്ത് എവിടെയോ ഞാൻ ചെന്നു
So I reached somewhere, it was somewhere near Chenganur. ഉപവാസ പ്രാർത്ഥനയിൽ അന്ന് ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുക. I went there to minister in that fasting prayer. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, കയ്യിലൊരു ചെറിയ ഡയറി ഉണ്ട്, അതിനകത്ത് അഡ്രസ്സുണ്ട്. ഇതുപോലൊരു വീട്ടിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. It was happening in a prayer and I had an address of that prayer house. അപ്പോൾ ചെന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. I took an auto rickshaw there. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. I want to go to one brother Kunjumon's house. അപ്പോൾ വീട്ടുപേരൊക്കെ നോക്കി പുള്ളി പറഞ്ഞാൽ അത് അറിയാം, പുള്ളി ആ ബീഡി വലിക്കുന്ന കുഞ്ഞുമാനാണോ. Then he asked, is it that man who smokes the beedi? Is that Kunjumon? ഗ്യാസ് പോയി. I lost my guess. അപ്പോൾ ഐഡന്റിറ്റി മനസ്സിലായോ? So you know the identity. ഒരുപാട് കുഞ്ഞുമാന്മാരില്ലേ ആ There വീട്ടിൽ? are so many Kunjumons in that land. ഒത്തിരി കുഞ്ഞുമാന്മാരുണ്ട്. There are so many Kunjumons. പക്ഷെ ബീഡി വലിക്കുന്ന കുഞ്ഞുമാൻ. But the one, അപ്പോൾ പുള്ളി വലിയ മിടുക്കനാ കേട്ടോ. അപ്പം ഞാൻ ഈ പാൻറ്റും കൂട്ടുമൊക്കെ ഇട്ട് ചെന്നപ്പോൾ എന്നെ ഒന്ന് ഇരുത്തിയതാ. so he was a very smart guy. When he saw that I'm a എന്തോ പ്രസംഗിക്കാനാ പോകുന്നതായി ചോദിച്ചത്. when he saw that I'm a pastor, he kind of lowered me a ഞാൻ bit. നോക്കിയപ്പോൾ ഞാൻ പോയ സൂപ്പർ ഫാസ്റ്റ് വിട്ടു പോയി. So the super fast bus had already left. അല്ലെ അതേ ഞാൻ വലിച്ചു കയറിക്കോളെ. Otherwise I would have left by that super fast. നമ്മുടെ സകല എനർജിയും പോയി. All our energy was lost. പകലും രാത്രി യുദ്ധം ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? ബീഡി വലിക്കുന്ന കുഞ്ഞുമോൻ്റെ വീട്ടിൽ. So we are going to, many people are going to fight and be the smoker be Kunjumon's house. ജഡത്തിൽ മരിച്ചിട്ടില്ല. Not dead in the flesh yet. അപ്പൊ ഇന്നും ഈ കുഞ്ഞുമോന്മാർ ഇങ്ങനെ സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. And there are still many Kunjumons inside the church like that. ഞാൻ ഒരിക്കൽ സഭയുടെ ചാർജ് എടുക്കാനായിട്ട് നമ്മുടെ പെരുമ്പാവൂർ സൈഡിലെ ഒരു സഭയിലോട്ട് ചെന്നപ്പോൾ ചാർജ് എടുത്തു കഴിഞ്ഞു. I took charge in a church near Perumbavoor. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട വീടുകളിൽ ആദ്യം ഒന്ന് ചെല്ലണം, കാരണം വിവരങ്ങൾ നമുക്കൊന്നും അറിയത്തില്ല സഭയുടെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട സഭയുടെ സെക്രട്ടറിയുടെ വീട്ടിലോട്ട് ചെന്നു. So I have to visit some of the important people there to know about the church. So I visited the secretary first. 65 വയസ്സുള്ള സെക്രട്ടറി. He was a 65-year-old man. എന്നെ മുറിയിലോട്ട് മാറ്റി നിർത്തിച്ച് പറഞ്ഞു, He took me to another room and said, പാസ്റ്ററെ പോലെ ഒരു കൃപയുള്ള ആൾ ഇവിടെ വന്നത് സന്തോഷം. we are happy that you are a man with a gifting. ആരോടൊന്നും പറയരുത്, എനിക്കൊരു ചെറിയ ബലഹീനതയുണ്ട്. I have one weakness, please don't tell anyone. ഞാൻ ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ട് I have got some problem when I go to the toilet. I do smoke a beedi. I have some problem, so I have to smoke a beedi to go to the toilet. So pastor, you are here, I am so happy. Only if a gifted person prays, I can be delivered from this. എനിക്ക് വേണ്ടി പാസ്റ്റർ 3 ദിവസം ഉപവസിക്കണം. Can you please fast and pray for me for 3 days? This weakness should depart from me. It really happened. ഞാൻ പറഞ്ഞു, അച്ഛന് വേണ്ടി എന്തോ വിഷയം എന്തുവാ? What is your concern? അത് ഈ ചെറിയൊരു ബലഹീനത. This is my weakness. ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങളൊന്നും നടക്കും. Only if I smoke, then only I can go to toilet. ഞാൻ പറഞ്ഞു, എനിക്ക് ആ കൃപയില്ല. I don't have such a gifting. ഞാൻ പറഞ്ഞു, അച്ഛൻ വലിച്ച് മരിക്കത്തേ ഉള്ളൂ. You will just smoke and die. ഞാൻ ഈ വലി തുടരുകയും മരിക്കുകയും ചെയ്യും. You will continue this smoking and you will die. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. I can pray for that. അച്ഛൻ പിണങ്ങി. He was upset. അപ്പൊ സഭയുടെ പ്രധാനപ്പെട്ട ആള് വലിയ കൃപയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. So I realized that the chief person in the church is standing in so much of എങ്ങനെ നമ്മുടെ grace. തലമുറ രക്ഷപ്പെടും? Then how will our rest of the children be saved? പിന്നെ ഞാൻ അന്വേഷിച്ച് വളരെ റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായി, പുതുതായിട്ട് വരുന്നവരൊക്കെ ചെറിയ ചെറിയ പിടിവലിയുണ്ട്. So when I researched further, I realized that everyone who comes new, they'll be having a little bit of smoking. കാരണം സെക്രട്ടറി ഇതല്ലേ. Because secretary is like that. പിന്നെ ഞാൻ ഗൗരവമായി. And I became a bit serious. ഞാൻ ഈ സെക്രട്ടറിയോട് പറഞ്ഞു, കർത്തൃമേശ തൽക്കാലം കൊടുക്കണ്ട. So I told the secretary that I'm not going to give you the Lord's Supper. മനസ്സിലായല്ലോ. അതുവരെ കൊടുത്തുകൊണ്ടിരുന്ന സെക്രട്ടറിയാ. So far it was the secretary who was giving the Holy Communion. ഞാൻ പറഞ്ഞു, എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഇപ്പൊ തന്നെ ഇവിടെ തിരിച്ചു പോകും. So if you have any problem, tell me, I will leave today itself. സാധന ഞാൻ. I am a very different person. നാട്ടിൽ പലരും പറയും, ബാബു പാസ്റ്ററുടെ തീരുമാനമൊക്കെ പെട്ടെന്നായിരിക്കും. So Babu Pastor take very instant decisions. പിണങ്ങുകയാണെങ്കിൽ ഇപ്പൊ പറയണം, പിണക്കം ഇല്ലെങ്കിൽ സമാധാനമായിട്ട് കീഴ്പ്പെട്ടിരിക്കണം. So if you need to oppose, you tell me this now and I will leave. Otherwise you have to submit yourself peacefully. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഉപവാസം പ്രാർത്ഥനയൊന്നും പാസ്റ്റർ ചെയ്യത്തില്ല? ഞാൻ പറഞ്ഞു, ചെയ്യും. അച്ഛന് വേണ്ടി ചെയ്യത്തില്ല, സഭയ്ക്ക് വേണ്ടി ചെയ്യും. So he asked me, oh pastor, will you not fast and pray? I said, I will not fast and pray for you, but for the church.
അധികം നാളുകൾ പുള്ളി ജീവിച്ചിരുന്നില്ല, പുള്ളി മരിച്ചു പോയി കേട്ടോ. He really did not live for long, he died. പിന്നീട് എനിക്ക് വിഷമം തോന്നി, ദൈവമേ, ഞാൻ അങ്ങനെ തമാശ പോലൊക്കെ ചിന്തിച്ച് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പറഞ്ഞു. Even though I had jokingly said like that, what I said exactly happened. എനിക്കൊരു വിഷമം മനസ്സിൽ തോന്നി. I was really I felt hurt in my mind because of that. ദൈവം ക്ഷമിക്കാത്ത പാപമുണ്ടോ? So are there sins which God will not forgive? ഉണ്ട്. Yes, there are. കർത്തൃമേശ എടുത്ത് വെച്ച് ചെയ്യുന്ന പാപം ക്ഷമിക്കുകയില്ല. Whatever sins we do after taking the Holy Supper of the Lord will not forgive us. കർത്താവിന്റെ തിരുമേശ എടുത്തുകൊണ്ട് നീ പാപം ചെയ്തുകൊണ്ട് നിരന്തരമായി എടുത്താൽ നീ ബലഹീനനാകും, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് നീ മാറ്റപ്പെടും. The word of God very clearly says that if you continue in sin and participate in the Lord's Supper, you will become weak, you will die. അതുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന്റെ സമയമാണ് ഉപവാസ പ്രാർത്ഥന. മടങ്ങി വരിക, വിശ്വസ്തരായിരിക്കണം, രഹസ്യ വിശ്വസ്തത ഉണ്ടായിരിക്കണം, രഹസ്യമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം നീ മരിച്ചവനായിരിക്കണം. Hence the fasting prayer is a time of sanctification. You must have a holiness in our secret life. In this morning you must be dead in the flesh. ആമേൻ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. What is born of the flesh is flesh. അതുകൊണ്ട് നീ ആത്മാവിനാൽ ജീവിക്കണം. Hence you have to be born of the Spirit and live by the Spirit. ജഡത്തിന്റെ പ്രവൃത്തിയെ നീ മരിപ്പിക്കണം. You have to put to death the work of the flesh. ഈ കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓമനിച്ച് വെച്ചുകൊണ്ട് കർത്തൃമേശ എടുക്കരുത്. You should not keep on facilitating these small sins and then take part in the Lord's Supper. കർത്താവ് ക്ഷമിക്കുകയില്ല. The Lord will not forgive it. അതുകൊണ്ട് കർത്തൃമേശയൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ശുദ്ധിയുള്ളവരായി നിർമ്മല മനസാക്ഷിയോടെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് മാത്രമേ ആ ശുശ്രൂഷകൾ നിർവഹിക്കാവൂ. We have to come into the presence of the Lord with sanctification, with a pure heart. Only we should partake in that ministry. ഈ വാക്യത്തിലെ 5 കാര്യങ്ങൾ ഞാൻ പറയുന്നു. And I say the 5 things from this verse. ഒന്ന്, ക്രൂശിൽ ഒരു വിജയം. One is a victory on the cross. നമ്പർ 2, ക്രൂശിൽ ഒരു മരണം. Secondly, there is a death on the cross. ആ മരണം നമുക്ക് സംഭവിക്കണം. And that death should happen to us. അപ്പോൾ പൂർത്തീകരിക്കപ്പെടും ഈ യാത്ര. Then this journey will be fulfilled. ജയ ജീവിതമായിരിക്കും. It will be a victorious life. മരിച്ചവർക്ക് മാത്രമേ കഴിയൂ. Only those who are dead will be able to do that. 3, ക്രൂശിൽ ഒരു രക്തമുണ്ട്. There is a blood on the cross. ക്രൂശും വിശുദ്ധരുമായുള്ള ഒരു വലിയ ബന്ധമാണ് ഈ രക്തത്തിനുള്ളത്. This blood is a big strong bond between the cross and the saint. ആ രക്തമാണ് എൻ്റെ രക്ഷയ്ക്ക് ആധാരമായത്. It is this blood that became the foundation for my salvation. ആ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. It is this blood that redeemed me. ആ രക്തമാണ് എന്നെ ശുദ്ധീകരിച്ചത്. It is this blood that sanctified me. ആ രക്തമാണ് ആരാധനയ്ക്ക് എന്നെ സജ്ജമാക്കിയത്. This is this blood that prepared me for worship. ആ രക്തത്താലാണ് സാത്താനെ ജയിക്കുന്നത്. It is through this blood I am victorious over the devil. ആ രക്തത്താലാണ് എനിക്ക് വിജയകരമായ ജീവിതമുള്ളത്. It is through this blood I have a victorious life. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കുഞ്ഞാട്ടിന്റെ രക്തത്താൽ. Oh, the song that I love the most, it is the ശുദ്ധനായി song തീർന്നു. by the blood of lamb I am sanctified. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം അതാണ്. This is a song which I love the most in my ആ life. രക്തത്താൽ എന്നെ ദൈവം ശുദ്ധീകരിച്ചു. It is by that blood the Lord has purified me. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രക്തത്താൽ നീ എന്ത് ചെയ്യണം? ആമേൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. With this blood you must come into the holy temple and worship the Lord. ഇന്നിപ്പോ ഒത്തിരി ആളുകൾക്കും ഈ ആരാധന താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. Nowadays many people are not interested in worship. കര അടിക്കാൻ പറഞ്ഞ ആളുകൾ കര അടിക്കത്തില്ല. ചിലർ കര അടിച്ചാലും കൂട്ടിമുട്ടത്തില്ല. If you ask them to clap, they don't want to clap. Even if they clap, they won't bring their hands close together. നാളെ അച്ഛൻ ആരാധിക്കുന്നുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതെനിക്ക് പിടിച്ചില്ല. ഇങ്ങനെ Without any noise, people clap കാര്യമൊക്കെ hands. ആണെങ്കിൽ ഇത് വലിയ ഗുണമില്ലെന്ന്. So no point. കാര്യമൊക്കെ ആണെങ്കിൽ ഇത് വലിയ ഗുണമൊന്നുമില്ല. അതാ ഇങ്ങനെ ആരാധിക്കുമ്പോൾ കൈ അങ്ങനെ അടിക്കണം. He doesn't think that it is of anything importance. That's why he's not clapping hands. We must worship with full strength. ചിലരൊക്കെ കൈ അടിച്ചു കഴിഞ്ഞാൽ അറിയാനുണ്ട്. Some people know when they clap hands. ചിലർ കൈ അടിച്ചാൽ അവർ പോലും അറിയത്തില്ല. Some people clap and they themselves won't know. ആമേ അത്ര സോഫ്റ്റ് ആയിട്ട് അടിക്കും. They softly clap hands. ആമേ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലല്ലോ. അവരുടെ നേതാവ് വരുമ്പോൾ എന്താ കൈയടി. When the politicians come, their followers, their fans make such a big clap hands. ചെന്ന് കണ്ടു പഠിക്കേ. You need to go and അവരുടെ ഈ പറയുന്ന MLA വരുമ്പോൾ അവന്റെ കൈ കാലും ഒക്കെ പോകുന്ന കണ്ടോ. you should see how their hands go, their legs go up when the MLA comes. ഈ മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി കൈയടിക്കുന്നവരാണ് അവര്.
They are clapping hands for the sons of the soil. എന്നാൽ അഖിലാണ്ടത്തിന്റെ ഉടയവന് വേണ്ടി കൈയടിക്കുമ്പോ ചില ശക്തിയോടെ ദൈവത്തെ കൈയടിച്ചൊന്ന് ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ Universe, we ഉടരാ must clap മാരാ hands with power and strength. Oh glory. Hallelujah. Hallelujah. Oh rika barabas. Hallelujah. Pure gabauni biribi shampunadi alkare. Hallelujah. Hallelujah. Stotra. Hallelujah. Hallelujah. Stotra. Hallelujah. Hallelujah. അങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്ന ആരാധനകളാണ് നമുക്ക് വേണ്ടിയത്. Praise the Oh, we Lord. want that worship where we clap hands and worship the Lord. 10 കമ്പിയുള്ള ആമേൻ ഈ കിന്നർ എന്ത് ചെയ്യണം? This instrument with 10 strings we must apply. എത്ര ആധുനികതയുടെ ആമേൻ തലങ്ങളും ഈ മണ്ണിൽ വന്നാലും ഈ രണ്ട് കൈ അടിച്ച് ആരാധിക്കുന്നത് പോലെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. Modern instruments we have nothing better than clapping these two hands and worshiping the Lord. അതുകൊണ്ട് ആരാധനയ്ക്ക് ഒരു മടിയും കൊടുക്കരുത്. We should not be weak in worshiping the Lord. കഴിഞ്ഞ 36 വർഷമായിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. And I am a servant of God who has been preaching Christ for 36 years. സ്ട്രോക്ക് വന്ന് തളർന്നപ്പോഴും ഈ ആരാധന കുറഞ്ഞില്ല. Even the stroke, this worship did not go കഴിഞ്ഞ down. 1.5 വർഷം മുമ്പ് എൻ്റെ ഈ ശബ്ദം നഷ്ടപ്പെട്ടു പോയി. I lost this voice around 1.5 years ago. ഞാൻ IPC സെൻട്രൽ ചർച്ചിന്റെ പാസ്റ്ററായി ചാർജ് എടുത്തിരിക്കുമ്പോൾ Well, I was the pastor of IPC Central Church. ആമീൻ എൻ്റെ ഈ ശബ്ദം ആദ്യത്തെ മാസം നഷ്ടപ്പെട്ടു പോയി. In the very first month, I lost the voice. ഞാൻ എഴുതി കൊടുക്കുകയായിരുന്നു എൻ്റെ വൈഫിന്. So I was giving in writing to my എനിക്കൊരു wife. ചായ വേണമെന്ന് ഞാൻ എഴുതി കൊടുക്കുകയായിരുന്നു. I had to write it and give that I need a tea. ശബ്ദമില്ല. I didn't have. അപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര നമ്മൾ വലിയ വചനപരിജ്ഞാനവും കൃപയുണ്ടെന്ന് പറഞ്ഞാലും ശബ്ദമില്ലാത്ത ഭാഷ ആർക്കും വേണ്ട. So then I realized that even though we know the word of God, we have the gifting. If you don't have the voice, nobody wants us. എന്ത് ഇംഗ്ലീഷാന്ന് പറഞ്ഞാലും ഗ്രീക്കാന്ന് പറഞ്ഞാലും ശബ്ദം വേണ്ട. Whether English or Greek, whatever it is, we need the voice. അപ്പോൾ ശബ്ദത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ. Praise the Lord for the voice. ഈ ഭൂമിയിൽ ദൈവം തന്ന ശബ്ദത്തിനായി സ്തോത്രം Praise the Lord for the voice that the Lord has given us. നിന്റെ ശബ്ദം അങ്ങ് എടുത്തു കളഞ്ഞാൽ ഇത് നിന്റെ ലൈഫ് എല്ലാം തീർന്നു. If the Lord takes away your voice, all your life is gone. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. You will be terminated from your work. നിന്റെ ഇംഗ്ലീഷ് കൊണ്ട് മാത്രം പിടിച്ചിരിക്കാൻ പറ്റും. You can't hold on with your English. ജോലി ചെയ്യുമ്പോൾ ഈ ശബ്ദം വേണ്ടായോ? You need this voice. അപ്പോൾ തമ്പുരാൻ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. Praise the Lord for the ways in which the Lord is leading us. അതുകൊണ്ട് ജോലിക്ക് ചെല്ലുമ്പോൾ നല്ല ശബ്ദം എടുക്കും, ഇവിടെ വരുമ്പോൾ മിണ്ടാതിരിക്കും. We go to our workplace, we speak loudly, we come here, we don't talk. നമ്മുടെ നഴ്സുമാർ സഹോദരിമാർ നല്ല സഹോദരിമാരാണ്, പക്ഷെ അവരവിടെ എന്താ ഒച്ച വെക്കുന്നറിയാം. So nurses are very lovely people. When they work there, they make big noises. ഓ തള്ളേന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard them shriek in So the wards. ഇടയ്ക്ക് ഇവിടെ ആ ശബ്ദമൊക്കെ ഒന്ന് ഉയരണം. Oh, these voices should rise here. ഒരു ഹല്ലേലൂയ പറയുമ്പോൾ അതെല്ലാവരും കേൾക്കണം. When we say hallelujah, it should be heard by everyone. സഹോദരിമാർക്കൊക്കെ നല്ല ശബ്ദമുള്ളവരാണ്. All our sisters have good voice. അവർ പാടിയാൽ പ്രത്യേകതയാണ്. It's so very special when they sing. അവർ സ്തോത്രം പറഞ്ഞാൽ നല്ല പ്രത്യേകതയാണ്. And it's so special when they say praise the പക്ഷെ Lord. മിണ്ടാരി ഞാൻ ദൈവമെന്ന് അതാണ് അവർ പറയുന്നത്. But they want to say that be still and know that I am God. അവർ മിണ്ടുകയില്ല. They don't want to speak. വീട്ടിൽ ഭർത്താവിന് നേരെയും Against the husbands at home, പിള്ളേരുടെ നേരെയൊക്കെ അവർ ചാടും. they will jump against the children as well. ഇവിടുത്തെ കാര്യമല്ല, തിരുവനന്തപുരത്തെ കാര്യമാണ്. I'm not talking about the place here, I'm talking about പക്ഷെ Trivandrum. നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കണം. We must use our voice and worship the Lord. ഒരാമീൻ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ക്രൂശിൽ ഒരു രക്തമുണ്ട്. There is a blood on the cross. ഞാൻ ഈ ശുശ്രൂഷയിൽ ഏതോ ഒരു സ്ഥലത്ത് മറന്നുപോയി. ഒരപ്പച്ചന് പെരുമ്പാവൂർ ഒരു അപ്പച്ചന് എൻ്റെ ശുശ്രൂഷ കാലയളവിൽ അപ്പച്ചന് സീരിയസ് ആയപ്പോൾ ഞാൻ ബ്ലഡ് കൊടുക്കാനായിട്ട് 2 പേരെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. When I was a pastor in Perumbavoor, one of the appachans was seriously ill. I went there with 2 people to donate blood. അപ്പോൾ ഈ 2 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ചപ്പോൾ സാധ്യമല്ലെന്ന് പറഞ്ഞു. So when both of their blood groups was tested, it was said it is not possible to donate. അവർ ഈ പാവപ്പെട്ടവനെ പിടിച്ച് പരിശോധിച്ചു. Then they got hold of me and they tested. എൻ്റെ ബ്ലഡ് ഞാൻ കൊടുക്കേണ്ടി വന്നു. And I had to give my blood. ഇത് കൊടുത്തു, അന്ന് പേടിച്ചാ കൊടുത്തത്. With a lot of fear, I gave the blood. പരിചയക്കുറവുള്ളതുകൊണ്ട് പേടിയായിരുന്നു. Because I was inexperienced, I was afraid. ഈ ബ്ലഡ് എടുത്ത് കൊടുത്ത് അച്ഛനെ കൊടുത്തു. And I gave the blood to the അച്ഛൻ ഈ ബ്ലഡ് എല്ലാം കയറ്റി ആള് വിടുതൽ പ്രാപിച്ച് വീട്ടിൽ വന്നു. and this Achayan got delivered, healed, and he came home.
അപ്പം മക്കളാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അച്ചായന് ബ്ലഡ് തന്നേക്കുന്ന പാസ്റ്ററാണ്. So somebody told Achayan that it is the pastor who gave you blood. എല്ലാ ഞായറാഴ്ചയും വന്ന് പുറകെ ഇരുന്ന് മിണ്ടാതെ പോകുന്ന അച്ചായൻ, That pastor used to, that brother used to come and sit at the back and sit quietly every. ഈ ബ്ലഡിന്റെ കണക്ക് പറയാൻ വന്നിരിക്കുക. So he came to count, give a count of that blood. ആദ്യമേ വന്ന് പ്രൈസ് തലോട് പറഞ്ഞു. He came and said, praise the Lord. കൈ ചുംബിച്ചു. He kissed my hands. പാസ്റ്ററുടെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിൽ ഓടുന്നത്. It is pastor's blood that is running in my body. ഒറ്റ ആരാധന ഒരു ഗ്ലോറി പറയാത്ത അച്ചായൻ He never used to say glory during the worship. ആദ്യമൊക്കെ മിണ്ടാതിരുന്ന് He was quiet for a while. ഞാൻ എഴുന്നേറ്റപ്പോൾ പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് പ്രൈസ്. And he kept on saying, praise the Lord, praise the Lord. ഭയങ്കര ഹല്ലേലൂയ. Oh, so much hallelujah. എനിക്ക് മനസ്സിലായി 250 ഗ്രാമിന്റെ അല്ല 250 250 ml of blood could do so much trick. ഈ ഒരു കുപ്പി ബ്ലഡ് കൊടുത്ത് എന്നെ കണക്കാ തീർക്കുന്നെന്ന് എനിക്ക് Oh, മനസ്സിലായി. I realized that it is the 250 ml of blood could. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ്. Hallelujah. അവസാന തുള്ളി വരെ രക്തം വരെയും Even the last drop of blood was shed for my sake. ആ രക്തം നമുക്ക് വേണ്ടി ചീന്തി തന്ന Oh, he shed that blood for my sake. ആ കർത്താവിന്റെ സ്നേഹം ഞാൻ ഓർത്തു. I remembered the love of the Lord Jesus Christ. ഓടാ റബ ഷൈഡ ദിഗ വൈസ പ്രൗഡ ബരിയ തുടാ റബ റബ ഷൈഡ ബറബ ഓ റീദ റബ സബ്തുനാ ദിഗൽ ഖരാദ. ആമേൻ. അവസാന തുള്ളി രക്തം വരെയും കർത്താവ് കാൽവരിയിൽ Daddy, hallelujah. Even the last drop of blood our Lord shed on Calvary's tree. ആമേൻ. അതാണ് ആമേൻ സ്തോത്രം. നിൻ സ്നേഹം ഞാൻ. ആമേൻ സ്തോത്രം. അത് പാടുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും. When we sing that song, we are filled with love. ആ നിർമ്മലമായ രക്തം നമുക്ക് വേണ്ടി അവൻ ചീന്തി. Praise the Lord. He shed his blood for our sake. ഈ ഒരു ആയുസ്സ് മുഴുവനും പാടിയാലും ആ സ്നേഹത്തിന്റെ മുൻപിൽ ഒന്നുമല്ല. Even if we sing a whole life, we cannot repay back for that love. നീ ഹല്ലേലൂയ പറഞ്ഞാലും അതിന് Even if പ്രത്യുപകാരമായില്ല. we say hallelujah whole life, we cannot repay back. ഞാനുള്ള കാലത്തോളം അവനെ ആരാധിക്കും. Till I am alive, I will worship him. ഇന്ന് പകൽക്കാലം ആ രക്തം ചീന്തിയവന്റെ നീ ആരാധിക്കണം. ഹല്ലേലൂയ. This morning we must worship the one who shed that blood. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു. കന്മക്ഷം പോക്കി ദുഷ്കർമ്മഫലത്തിൽ നിന്നും. കന്മക്ഷം പോക്കി ദുഷ്കർമ്മഫലത്തിൽ നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടും. നിർമ്മലമായ രക്തമാണ് യേശു കാൽവരിയിൽ ചിന്തിയത്. It was a holy blood that he shed on Calvary's cross. അതുകൊണ്ട് ഇന്ന് പകൽ ആരാധനയ്ക്ക് വരുന്ന ആളുകൾ ആരാധനയിൽ സജ്ജരായി ദൈവത്തെ ആരാധിക്കണം. Hence when we come to worship the Lord, we must worship with strength. And എബ്രായലേഖനം 9:13 പറയുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ പോക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല. in Hebrew chapter 5 says that the blood of the cattle or the sheep cannot remove our sins. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തിയെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. Through eternal spirit, the blood of Jesus Christ that was offered unto God has sanctified our consciousness so that we may worship him. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച Through an eternal spirit he offered himself to God. അതുകൊണ്ടാണ് കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പാടിയത്. Hence we sing that, Lo, Lamb, you are worthy. ആ രക്തത്താലേ നമ്മുടെ പാപങ്ങളെ പോക്കിയില്ലേ. He has cleansed us of our sins ആ with that രക്തത്താലേ blood. നമ്മുടെ ശാപങ്ങൾ നീങ്ങി പോയില്ലേ. He has removed our curse by that blood. ഇസ്രായേലിന്റെ കൂടാരങ്ങൾ രക്തം അടയാളമായിരുന്നില്ലേ. Oh, that blood was a sign over the tent. സംഹാര ദൂതൻ വരുമ്പോൾ രക്തം അടയാളമായിരുന്നില്ലേ. When the angel of death came, that blood was a sign. നിന്റെ കൂടാരത്തിൽ രക്തത്തിന്റെ അടയാളമുണ്ട്. On my tent doorpost there is a നിന്റെ blood തലമുറയിൽ as a രക്തത്തിന്റെ sign. അടയാളമുണ്ട്. We have the sign of the blood. ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിയാതെ രക്തത്തിന്റെ Enemy സംരക്ഷണമുണ്ട്. cannot touch you because you have the sign of the ഈ blood. രക്തത്തോട് അനുകൂലമായി പ്രതികരിക്കുവാൻ You have to respond to
that blood. ഈ രക്തത്തോട് അനുകൂലമായി പ്രതികരിക്കുക. You have to respond to this blood of ഭാഗ്യം Jesus. ലഭിച്ചവർക്കായി സ്തോത്രം. We have received the privilege. ഭാഗ്യം Praise the Lord. ലഭിച്ചവർക്കായി സ്തോത്രം. We have received the കുഞ്ഞാടേ privilege. നീ അറുക്കപ്പെട്ടു. Hallelujah. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. Oh Lamb, you were slain. ദുടകരബലബ ഉടിബിരിബിരിബി ശബ്ദരാദികൾക്കര. Hallelujah. ദുരബര വൈഡാരബ ദുരദേരെ ഹൗഡേ. ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. You are slain, O Lamb of God. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. O Lamb of God, who you carried the burden of the അവൻ നമ്മുടെ world. പാപങ്ങളെ പോക്കി. You removed our sins far അവൻ നമ്മുടെ away. പാപങ്ങളെ ക്ഷമിച്ചു. You have forgiven our sins. ഇന്ന് പകൽക്കാലം ആ രക്തത്തിൽ നീ സജീവമായ ദൈവത്തെ ആരാധിക്കണം. Let us worship the Lord with full strength for that blood. യൂദാ ഈ രക്തത്തോട് പ്രതികൂലമായി പ്രതികരിച്ചു. Judas responded to this blood in a negative 30 manner. വെള്ളിക്കാശിന് അവൻ ഒറ്റിക്കൊടുത്തു ഈ ഗുരുവിനെ. He betrayed this master for 30 pieces of silver. പീലാത്തോസ് ഈ രക്തത്തോട് ആമേൻ പ്രതികരിച്ചത് പ്രതികൂലമായിട്ടായിരുന്നു. It was in an opposing manner. Pilate responded to അവന്റെ this blood. സ്ഥാനത്തെക്കാൾ താണ നിലവാരമായിരുന്നു ഈ രക്തത്തിന് നൽകിയത്. He gave a lower place than his position for this blood. അവനും ആത്മഹത്യ ചെയ്തു. He also committed suicide. പീലാത്തോസ് ആത്മഹത്യ ചെയ്തു ചരിത്രം പറയുന്നു. The history says Pilate committed suicide. ഇതിനോട് പ്രതികൂലമായി പ്രതികരിച്ചവരാരും ഈ മണ്ണിൽ ഗതി പിടിച്ചിട്ടില്ല. Whoever responded opposingly to this blood, nobody got established ഈ here. രക്തത്തോട് അനുകൂലമായി പ്രതികരിച്ച നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. We have responded positively to this blood. We are saved. നാം അന്ന് അവന്റെ മുഖം കാണാൻ പോകുകയാണ്. We are going to see his face. അവന്റെ മുഖം കണ്ട് നമ്മൾ അവനെ ആരാധിക്കാൻ We are going to പോകുകയാണ്. see his face and worship him. ക്രൂശുമായി പോയ യേശുവിന്റെ ക്രൂശിനെ കൈ താങ്ങിയവന്റെ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. The book tells us the history of the one who carried the cross of Jesus. ശിമോൻ Simon. അവൻ നിർബന്ധത്താൽ വഴങ്ങി ക്രൂശിനെ ഒന്ന് കൈ താങ്ങി. Simon the Cyrene, by compulsion, he carried the cross for Jesus. അപ്പൊ എന്റെ ഒരു വിശ്വാസം ബൈബിൾ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, ലൈവായിട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ബ്ലഡ് കയ്യിൽ വന്നയാളാണ് ആര്? ശിമോൻ. Even though it's not written in the Bible, I believe that Jesus' blood life came into the hands ലോകത്തിലെ of ഏറ്റവും വലിയ ഭാഗ്യമാ Simon. മനുഷ്യനായിരുന്നു. It was the biggest privilege on earth. ആ ചോരയുടെ മണം അവന്റെ കയ്യിലുണ്ടായി. He had that smell of that blood in his hands. നിർബന്ധിച്ചപ്പോൾ കൈ താങ്ങി. When he was compelled, he ക്രൂശിൽ gave അവൻ hand. കൈ വെച്ചപ്പോൾ അവന്റെ അകത്തൊരു കുരിശുണ്ടായിരുന്നു. When he supported that cross, there was a blood spot in ആ his hand. ക്രൂശിൽ അവൻ കൈ താങ്ങിയപ്പോൾ അവന്റെ അകത്തൊരു കുരിശുണ്ടായിരുന്നു. When he was supporting that cross, he had a cross ഈ in his കുരിശെ hand. തൊടുന്നവരെല്ലാം ശപിക്കപ്പെടും. Everyone who touches the cross will be cursed. അവന്റെ സന്തതി പരമ്പരകൾ ശാപിക്കപ്പെടും. So his children would have been cursed. എന്നാൽ ശാപം നീക്കിയ ക്രൂശാണെന്ന് പിന്നെ മനസ്സിലായി. But he later realized that this cross removed his curse. ശിമോന്റെ സന്തതികൾ കർത്താവിൽ പ്രസിദ്ധരായി. Oh, the children of Simon became famous, renowned in the Lord. ക്രൂശിൽ കൈവച്ചവന്റെ സന്തതി ഗതതെ രക്ഷപ്പെട്ടു. Oh, the one who held the cross by his hand, his children were അവന്റെ saved. മക്കളെ ദൈവം അനുഗ്രഹിച്ചു. The Lord blessed his children. ആ രക്തത്തിന്റെ മണം അവന്റെ കയ്യിലുണ്ട്. He had the smell of that blood in his hands. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise the Lord for that. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ശിമോനെ കർത്താവ് കാണും. The Lord will see Simon in heaven. ശിമോനെ അടുത്തോട്ടൊന്ന് വിളിക്കും. He will call Simon close. ഒരു ഉമ്മ കൊടുക്കും. He will kiss him. അല്ലേ? ഒരു Hallelujah. ചുംബനം കൊടുക്കും. He'll embrace him. അന്ന് എന്റെ കഷ്ടതയിൽ കുരിശ് താങ്ങിയവനാ നീ. You have carried the cross in my affliction. അവരുടെ സന്തതിയെ ദൈവം അനുഗ്രഹിച്ചു. God blessed his children. നിർബന്ധത്താൽ ക്രൂശിയുമെന്നവന്റെ പിള്ളേരെ അനുഗ്രഹിച്ചെങ്കിൽ If God blessed the one who carried the cross by compulsion, മനസ്സോടെ ഈ പുസ്തകം എടുത്ത നിന്നെ, you have willingly taken this book. മനസ്സോടെ ഈ പുസ്തകം ഉയർത്തിയ നിന്നെ, You have lifted this book willingly. നിന്റെ പിള്ളേരെ Your children. എത്ര അധികമായി ദൈവം അനുഗ്രഹിക്കും. God will bless you abundantly. കരമുയർത്തി സ്തോത്രം പറയട്ടെ. Hallelujah. ഹല്ലേലൂയ. ഈ Hallelujah. കുരിശ് ആമേൻ നിന്റെ തലമുറയ്ക്ക് നന്മയാകട്ടെ. This cross will be a blessing for your children. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി ടൈം എനിക്ക് ആമേൻ സ്തോത്രം പോകുമെന്നറിയാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു വലിയ വിടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit is doing a big deliverance ആരാധനയുടെ today. തലങ്ങൾ മാറാൻ പോകുകയാണ്. We are going to change shift in this worship. രക്തത്താൽ നിന്റെ ആരാധന സജീവമാകട്ടെ. We let your worship become alive. ആവർത്തന പുസ്തകം
28:47 ശ്രദ്ധിച്ചു വായിക്കണം. Deuteronomy chapter 28 verse 47. Let us read carefully. Verse 47. Deuteronomy സകല 28. വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. ഈ വാക്യം നമ്മുടെ ചർച്ചിലൊക്കെ എഴുതി വെച്ചാൽ നന്നായിരുന്നു. It will be good if we could write these verses inside our സകല churches. വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി Because of the abundance of all things, നിന്റെ ദൈവമായ യഹോവയെ your Lord God, നീ ഉന്മേഷത്തോട് with joyfulness ഹൃദയ സന്തോഷത്തോടെ and gladness of heart, ആരാധിക്കായികയാൽ because you did not serve the Lord, സകല ഞെരുക്കങ്ങളും വരും. you shall serve your enemies. ഹലോ, അപകടമാണിത്. It is dangerous. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? ഉന്മേഷത്തോടെ ആരാധിക്കണം. You have to joyfully worship the Lord. ഹൃദയ സന്തോഷത്തോടെ ആരാധിക്കണം. With gladness of heart we must worship the Lord. അപ്പൊ ഉന്മേഷത്തോടും ഹൃദയ സന്തോഷത്തോടും ആരാധിക്കുന്ന ആരാധന കണ്ടാ അറിയാം. You can see that if somebody worships with joy and gladness, we can visualize it. ചിലർ കൈയടിക്കുമ്പോൾ അറിയാം ഉന്മേഷം ഇല്ലെന്നറിയാം. When we clap hands, we know that we are not joyful. ചിലർ സാക്ഷ്യം പറയുമ്പോൾ അറിയാം ഒരു സന്തോഷം ഇല്ലെന്നറിയാം. Some people, when they testify, we know that we don't have a joy. നമ്മൾ എന്ത് ചെയ്താലും ജീവനോടെ ചെയ്യണം. Whatever we do it, we must be livingly do it. സ്വോത്രം പറയുമ്പോൾ ജീവനോടെ സ്വോത്രം പറയണം. With life we must say praise the Lord. ഉന്മേഷത്തോടെ സ്വോത്രം പറയണം. With joyfulness we must say praise ഹൃദയ the Lord. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം. With gladness of the heart we must worship the Lord. ഹൃദയ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി കൊടുക്കണം. We must give with gladness of the heart. ചിലർ സന്തോഷമില്ലാതാ കൊടുക്കുന്നത്. Without gladness of heart many people give. ഒരാൾ പറഞ്ഞു സ്വോത്രാഴ്ചക്ക് പിന്നെ പൈസ ഇട്ട് കഴിയുമ്പോഴേക്ക് കൈവിട്ട് പോയല്ലോ എന്ന് തോന്നുക. So when people put hands into the offering box, we think, oh, we lost this money. അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്കുണ്ടോ? Are you thinking like that? കൈവിട്ട് പോയല്ലോ. Oh, I lost the money. Do you think like that? $100 ഇട്ട് കഴിയുമ്പോൾ കൈവിട്ട് പോയെന്ന് പറയരുത്. When you put $100, don't think that we lost it. എന്നാൽ കിട്ടും. If you give it, you will receive. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. The one who gives joyfully, the Lord blesses him and loves him. ചിലർക്ക് അങ്ങനെ ഉണർവെന്ന് പറഞ്ഞാൽ എന്തുവാ? പണ്ട് ഉമ്മച്ചനപ്പച്ചൻ ചോദിച്ചു സഭയിൽ എങ്ങനെയുണ്ട് ഉണർവെന്ന് ചോദിച്ചു. So once Ummachanapachan asked, what is the revival, what kind of revival is there in your church? ഭാഷ പറഞ്ഞു ഭയങ്കര ഉണർവാന്ന്. Pastor said, big revival. ഭയങ്കര അന്യഭാഷയൊക്കെയാണ്. People are speaking in tongues. അവൻ ചോദിച്ചു പിന്നെ സ്വോത്രാഴ്ച പാത്രത്തിൽ എങ്ങനെയുണ്ടെന്ന്. How is it in the offering box? അത് വലിയ മാറ്റമൊന്നുമില്ല. There's no change. അപ്പൊ ഉണർവുണ്ടായില്ലെന്ന്. That means there was no real revival. അപ്പൊ ഉണർവുണ്ടായ സ്വോത്രാഴ്ച പാത്രത്തിൽ വരും. If there is a real revival, then the offering box also will be full. അന്യഭാഷ പറഞ്ഞാൽ 10 ദിവസം കൊടുക്കുകയില്ല. They even after saying a lot of speaking in tongues, they will not give any money. കൈ തുറന്ന് കൊടുക്കണം. We have to give for the Lord's work. സുവിശേഷത്തിന് വേണ്ടി കൈ തുറന്ന് കൊടുക്കണം. We have to give it for the gospel. അത് കൊടുക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. We praise the Lord for those who have received grace. അമർത്തി കുലുക്കി നല്ല അളവ് ദൈവം തരുമെന്ന് The Lord is പറഞ്ഞു. going to shake and give you a big outpouring. ഞാൻ പറഞ്ഞ കൊടുത്ത് നീ അനുഗ്രഹിക്കപ്പെട. Praise the Lord. Hallelujah. The Lord is going to, you give it and be blessed. ഞാൻ ആ വിഷയത്തിലേക്ക് വരാതെ വിഷയത്തിൽ നിന്നുകൊണ്ട് വേഗം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray very soon. രക്തത്താൽ ആമേൻ ക്രൂശിൽ ഒരു രക്തമുണ്ട്. There is a blood in the cross. നമ്മൾ പറയുന്നു ഉന്മേഷത്തോടെ ശക്തിയോടെ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. Enthusiastically, with strength, we must worship the Lord. അങ്ങനെ ആരാധിക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെടും. Such a church will be blessed. വളരുന്ന സഭയ്ക്ക് 3 കാര്യങ്ങൾ ഉണ്ടാകണം. There are 3 things that should be there for a growing church. ഒന്ന് നിരന്തരമായ പ്രാർത്ഥന. There should be a continuous prayer. നമ്പർ 2 ലവ്. Secondly, love. വളരുന്ന സഭയ്ക്ക് 3 കാര്യമാണ്. നമ്പർ 2 ലവ്, സ്നേഹമുണ്ട്. Love is important for a growing church. പുതുതായിട്ട് ഒരാൾ വന്നാൽ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് വിടണം, അവരെ വിടണം. If a new person comes, interact with him, speak with him, and then only send him. ചില ആൾക്കാർ വന്നാൽ മിണ്ടുകയില്ല. Some people don't talk at all. അവരവിടെ ഇറങ്ങി പോകുമ്പോൾ ഒരു ബോർഡ് സ്ഥാപിക്കും. And then they go out, they'll put one board there. ആ ബോർഡ് ഇങ്ങനെയാണ്. There will be board is there. മേലാൽ ഇവിടെ വരാൻ ഇടയാകരുത്. Never come again. അപ്പോൾ വരുന്നവർ ഒരു സ്വോത്രമൊക്കെ പറഞ്ഞ് സ്വീകരിക്കണം. You have to receive them when the people come പുതുതായിട്ട് here. ആൾക്കാർ വരണമെങ്കിൽ നല്ല പ്രസംഗമൊന്നും വേണമെന്നില്ല. You don't need to have a good sermon for people to come. ഈ ലീഡറിലെ ലോകത്തെ സ്നേഹിച്ചപ്പോഴാണ് ഈ ലീഡറെ പുറകെ ആൾക്കാർ വന്നത്. When these leaders loved the world, the people came after പുതുതായിട്ട് this വരുന്നവരെ leader. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. We have to really fill people with love. അപ്പോൾ ഇന്നലെ എന്നോട്
ഇവിടെ ഒരു പുതുതായിട്ടൊരു സഹോദരൻ വന്നപ്പോൾ പറയാ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല സ്നേഹമാണല്ലോ. So when a brother came yesterday, he said, "Oh, all these people are very ഓൾറെഡി loving," പുള്ളി വീണിരിക്കുക. and he has already fallen. പുള്ളി വീണ് കഴിഞ്ഞു. He's already fallen. കാരണം പുള്ളി പറയുന്നത് ഭയങ്കര സ്നേഹമാണ്. Oh, they are all so loving. അപ്പൊ അതാ ഞാൻ പഠിപ്പിക്കുന്നത്. That is what I teach everyone. ഒരാൾ വന്നാൽ അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. Oh, you need to fill that person full, ആ puff him with സ്നേഹം love. കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഞായറാഴ്ച നിങ്ങൾ വരുന്ന മുമ്പേ അവർ വരും. So if you give that love, they will come next week even before you come. കാരണം അവർക്ക് കിട്ടേണ്ടത് കിട്ടി. What they need, they received it. അല്ലാതെ അന്ന് 5 തോട്ട്സ് പറഞ്ഞാലും നമ്മൾ മിണ്ടുന്നില്ലെങ്കിൽ അവർ വരികയില്ല. Even if we share 5 thoughts, if we don't talk with them, they won't come. അതാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തെ യേശു സ്നേഹിച്ചു. That is what the Lord said. The Lord Jesus loved the world. അങ്ങനെയാണെങ്കിൽ 1 പ്രാർത്ഥന, 2 ലവ്, 3 നല്ല വർഷിപ്പ്. First, prayer. Secondly, love. Then worship. നല്ല ആരാധനയുള്ള സഭ വളരും. A church that worships will grow. ഇന്ന് പകൽ നമുക്ക് രക്തത്തിൽ ആശ്രയിക്കാം. Let us trust in the blood of Jesus. ക്രൂശിൽ ഒരു വിജയം. There will be a victory on the cross. ക്രൂശിൽ ഒരു മരണം. There will be a death on the cross. ക്രൂശിൽ ഒരു രക്തം. There will be a blood on the cross. അടുത്ത ക്രൂശിൽ ഒരു സന്തോഷമുണ്ട്. There will be a joy on the cross. സന്തോഷിക്കാൻ വാസ്തവത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. The Lord has called us to celebrate. യേശു ക്രൂശിൽ കടന്നപ്പോൾ സന്തോഷിച്ചില്ലേ? Even on the cross, Jesus was joyful. നമ്മൾ സന്തോഷിക്കണം. Hence, we also must be joyful. സന്തോഷം ഒരു ബേക്കറിയിലും കിട്ടുകയില്ല. We can't buy it in a bakery. നിങ്ങൾ ഇറങ്ങി 2 കിലോ സന്തോഷം ഒരു ബേക്കറി തരാൻ പറഞ്ഞാൽ തരുമോ? If you go to a bakery and ask for 2 kilo joy, you will not get it. ഒരിക്കലും കിട്ടത്തില്ല. You will never get it. അത് ദൈവം തരണം. The Lord has to give it to you. കർത്താവിൽ സന്തോഷിക്കണം. You have to be joyful in the Lord. ഞാൻ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 5 പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് പോഷ്ക. If I think that there are 5 people in this life who wants me to be joyful, then it's not true. പേനയും പേപ്പറും എടുത്ത് എഴുതാൻ തുടങ്ങുക. You start writing who are the people who want. സന്തോഷിക്കാൻ ഉദ്ദേശിക്കുന്ന 5 പേരുടെ പേര്. You write 5 people's name whom you think that they want you to be joyful. എഴുതാൻ തുടങ്ങിയപ്പോൾ ആരെല്ലാം ഉണ്ടെന്നും പറഞ്ഞാ എഴുതിയത്. I thought that many people are there. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരുമില്ല. After 10 minutes, I realized there's no one who will be happy that I am joyful. അമ്മയ്ക്ക് ഉണ്ടെന്ന് ഓർത്ത് അമ്മയുടെ പേര് എഴുതി. I thought my mother will be happy. I wrote my mother's name. അന്നേരം കഴിഞ്ഞ ഇടയ്ക്ക് അമ്മ നിന്നെ എനിക്ക് അറിയാടിന്ന് പറഞ്ഞത്. Then my mother told one day, I know you very well. അപ്പൊ അമ്മ പോലും ഇല്ല. No, mother also not there. അപ്പൊ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. So I want to tell you, introduce one person. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. So that your joy may be full. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. Jesus Christ said. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. So that your joy may be full. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. Raise our hands and praise the Lord. ക്രൂശിൽ ഒരു വചനമുണ്ട്. There is a word in the cross. അഞ്ചാമത്തേതാണ് ക്രൂശിൽ ഒരു വചനം. The word on the cross is the 5th point. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. The word of the cross is foolishness for those who perish. നമുക്കോ ദൈവശക്തി. But this is power for us, those who are saved. വചനത്തിന് വേണ്ടി നിൽക്കണം ദൈവമക്കൾ. We God's people must stand for the word of God. വചനം വിട്ടു പോകുന്നവർ അപകടകാരിയാ. Whoever departs from the word of God, they walk into danger. ഈ വചനം നിന്നെ വേർതിരിച്ചിരിക്കുക. This word has set you apart. വചനത്തിന് വേണ്ടി മരിക്കുന്നവരെ നിൽക്കണം. We will stand for the word till our death. സ്തേഫാനോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്ലേറ് കൊണ്ട് നിലത്ത് വീണു. When Stephen was preaching the word, his stones came against him and he fell down. മരിച്ചപ്പോഴും വചനത്തിന് വേണ്ടി മരിച്ചു. Even when he died for the word. സ്തേഫാനോസിനെ സ്വീകരിപ്പാൻ സ്വർഗ്ഗം സജ്ജമായി. The whole heaven was ready to receive him. സ്വന്തം പുത്രൻ ക്രൂശിൽ മരിച്ചപ്പോൾ And the own son was dying on the cross. പിതാവ് കണ്ണടച്ചു കളഞ്ഞു. Father closed his eyes. എന്നാൽ സ്തേഫാനോസിന്റെ മരണത്തിങ്കൽ But at the death of Stephen, നമ്മുടെ കർത്താവ് എഴുന്നേറ്റ് നിന്നു. our Lord rose up. അതാണ് വചനത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ ആമേൻ പ്രസക്തി. That is the importance of the one who stands for the word of God. നമ്മുടെ സഭയിൽ വചനം പ്രസംഗിച്ചേ പറ്റൂ. We must preach the word of God in our church. വചനത്തിന് വേണ്ടി നിന്നേ പറ്റത്തുള്ളൂ. We must stand for the word of God. ഏറ്റവും വലുത് വചനമാണെന്ന് പറ. Greatest is the word of God. അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല വലുത്. Wonders and miracles are not great. എന്റെ കർത്താവിന്റെ വചനമാണ് വലുത്. It is the word of God that is great. അത്ഭുതം എന്ന് പറയുന്നത് പിന്നെ ഈ കൊപ്രയാ. Miracle is just like copra. വചനം എണ്ണയാ. But the word is the oil. നമ്മൾ ഈ ആട്ടുന്ന മില്ലിൽ കൊണ്ടുപോയി എണ്ണ അവിടെ വെച്ചേച്ച് കൊപ്രയും കൊണ്ട് വീട്ടിൽ പോകും. When we go to the coconut mill, we won't keep the oil there and take just the residue back home. വിവരമുള്ള ആള് കർഷകൻ പറയും ഈ കൊപ്ര വേണേ എടുത്തോ, എണ്ണ എനിക്ക് വേണം. The knowledgeable farmer will say, if you want the residue, you can take it, but I will take the oil. I want the word. ചില സമയം ചെന്ന കൊപ്ര മാത്രമേ ഉള്ളൂ. Oh, when you go to some churches, it's only the copra, the residue. കൊപ്രയിട്ട് ഏറിയ And they are playing with the copra. എണ്ണയില്ല. No oil.
അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് വേണം? What we ought to know, വചനം വേണം. we need the word of God. അത്ഭുതങ്ങളുടെ പുറകെ ഒന്നും പെന്തക്കോസ്തുകാർ പോകരുത്. Pentecostals, please don't go after wonders or miracles. അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. Wonders and miracles will keep on ഇന്ന് happening. ഇവിടെയും നടന്നുകൊണ്ടിരിക്കും. Even today it will happen. അതിനുവേണ്ടി പ്രത്യേക റിസ്ക് എടുക്കണ്ട. You don't have to take a special risk for that. വചനത്തിന് വേണ്ടി റിസ്ക് എടുക്കണം. But you need to take a risk for the word of God. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. God will do wonders and miracles. എല്ലാവരും കണ്ണടച്ചാട്ടെ. Everyone close your eyes. കർത്താവ് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്താൽ Where the Lord has spoken, we ആ praise കരങ്ങളൊന്ന് Lord. ഉയർത്തി സ്തോത്രം ചെയ്താൽ